ഓക്കെ. കുറച്ച് ആളുകൾ ഇപ്പോഴാണ് ജോയിൻ ചെയ്തതെന്ന് തോന്നുന്നു. ഒരു വട്ടം കൂടി എൻ്റെ പേര് പറയാം. എൻ്റെ പേര് മുഹമ്മദ് നിഹാൽ, കറന്റ് വർക്കിംഗ് ആസ് HR ആൻഡ് പേറോൾ പ്രൊഫഷണൽ. ഓക്കെ. അപ്പോൾ ഞാൻ കഴിഞ്ഞ 3 വർഷമായിട്ട് പേറോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പേറോളിനെ കുറിച്ചുള്ള ഒരു ഡെമോ സെക്ഷൻ വെക്കാന്നുള്ളത് വിചാരിച്ചിട്ടുള്ളത്. ഞങ്ങളൊരു പേറോൾ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അതിന്റെ ഭാഗമാണ്. പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾ പേറോൾ എന്ത് ചെയ്യുന്നുണ്ട്, ഫ്രീലാൻസ് ആയിട്ട് ഏറ്റെടുക്കുന്നുണ്ട്. അതുപോലെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. നമ്മൾ കുറച്ച് ആക്ടിവിറ്റീസ് ഉണ്ട്. നിങ്ങൾ ഞങ്ങളുടെ ഈ ഇൻസ്റ്റാഗ്രാം കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ടുണ്ടാവും വിശ്വസിക്കുന്നു. ഓക്കെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. സെക്ഷൻ വരുന്നത് ഇന്ത്യ ആൻഡ് UAE പേറോൾ സെക്ഷൻ ആണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ. ഇന്ത്യ ആൻഡ് UAE പേറോൾ ആൻഡ് ലേബർ ലോ എന്ന് പറയുന്ന ഒരു ക്ലാസ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ എന്താണ് ഇന്ത്യ ആൻഡ് UAE പേറോൾ എന്നുള്ളതും അതിന്റെ എന്തൊക്കെയാണ് ആവശ്യകതകൾ, എന്തൊക്കെയാണ് ഒരു പേറോൾ സ്പെഷ്യലിസ്റ്റിന്റെ റോളുകൾ വരുന്നത്, ഇതൊക്കെ നമ്മൾ ഇന്നത്തെ സെക്ഷനിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പോ എന്താണ് ഒരു പേറോൾ പ്രൊഫഷണൽ എന്നുകൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? നിങ്ങൾക്ക് ഇപ്പോൾ HR വർക്ക് ചെയ്യുന്നുണ്ട്, അക്കൗണ്ട്സിൽ വർക്ക് ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ട്. അപ്പൊ എന്താണ് നിങ്ങൾ ഈ പേറോൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? പേറോൾ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് സിംപ്ലി ഒരു സാലറി കാൽക്കുലേറ്റ് ചെയ്യുന്ന പ്രോസസ് അല്ല. അതാണ് ഫസ്റ്റ് മനസ്സിലാക്കേണ്ടത്. അതിൽ ഒരുപാട് കാര്യങ്ങൾ അതിന്റെ ബാക്കിലുണ്ട്. ബാക്കെൻഡിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പ്രവർത്തിക്കാനുണ്ട്. ഇന്ന് പല കമ്പനികളും ഫേസ് ചെയ്യുന്ന ഒരു കാര്യം, കൃത്യമായിട്ടുള്ള നല്ല HR മാരുണ്ട്, പക്ഷെ പേറോൾ ചെയ്യാൻ അറിയുന്ന HR മാരില്ല. ഓക്കെ. അധികം ആളുകളുടെ അക്കൗണ്ട്സ് ടീമിനും അല്ലെങ്കിൽ തേർഡ് പാർട്ടിക്കും കൊടുക്കും. ഓക്കെ. ഞങ്ങളെപ്പോലെ തേർഡ് പാർട്ടീസിന് എന്ത് ചെയ്യും, ഇത് ഇഷ്യൂ ചെയ്ത് തരും. പല കമ്പനികളിലും ഇന്ന് ഞാൻ പ്രമുഖമായിട്ടുള്ള ടെക്സ്റ്റൈൽ ശൃംഖലയുടെ ഒരു പേറോൾ ചെയ്യുന്ന ആളാണ്. അവർക്ക് അവിടെ 12ഓളം HR മാരുണ്ട്. ഈ 12 HR മാരുണ്ടായിട്ടും അവർക്ക് പേറോൾ കൃത്യമായിട്ട് ചെയ്യാൻ കഴിയുന്നില്ല. കാരണം അവരുടെ അടുത്ത് ഏകദേശം 500 എബോ എംപ്ലോയീസ് ഉണ്ട്. അത് ഒരു പ്രശ്നമാണ്. ഓക്കെ. 500 എബോ എംപ്ലോയീസ് വരുമ്പോൾ ഇത്രയും ആളുകൾക്ക് ഫയൽ ചെയ്യാന്ന് പറഞ്ഞാൽ അവർക്ക് ടൈംലി ചെയ്യാൻ കഴിയാത്ത ഒരു കേസ് കൊണ്ട് കൂടെയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, അങ്ങനെ തേർഡ് പാർട്ടീസിനെ അവരെന്ത് ചെയ്യുന്നത്, ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ എക്സാക്ട്ലി ഇതൊരു ട്രെയിനിങ് എടുത്തു കഴിഞ്ഞാൽ, ഈ ഒരു പേറോൾ ട്രെയിനിങ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൃത്യമായിട്ടുള്ള പേറോൾ പ്രോസസ് ചെയ്യാൻ നിങ്ങൾക്ക് കഴിയുന്നുള്ളതാണ്. ഓക്കെ. അപ്പൊ എന്താണ് ഈ പേറോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സിംപ്ലി സാലറി കൊടുക്കുന്നത് മാത്രമല്ല, അതിൽ ഏറ്റവും പ്രധാനമായിട്ട് ഉൾപ്പെട്ടിട്ടുള്ളത് ലേബർ ലോസ് ആണ്. ഓക്കെ. ഇന്ത്യയിലായാലും UAE-യിലായാലും ഒരുപാട് ലേബർ ലോ ഫോളോ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇത് പ്രോസസ് ചെയ്യാൻ കഴിയുള്ളൂ. പിന്നെ ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മൾ ഇത് ചെയ്യാനൊക്കെ ഓട്ടോമേറ്റഡ് വേസ് ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ. ഓട്ടോമാറ്റിക് ആയിട്ടുള്ള AI ടൂൾസ് ഉണ്ട്, അഥവാ AI സോഫ്റ്റ്വെയർസ് ഉണ്ട്. അതിന്റെ ആവശ്യകതകൾ എങ്ങനെയൊക്കെയാണ്, കമ്പനിയിൽ ഇതെങ്ങനെ ഓട്ടോമേറ്റ് ചെയ്യാൻ കഴിയും, ഇതൊക്കെ നമ്മൾ ഈ സെക്ഷനിൽ പറഞ്ഞു തരുന്നു പോകുന്നുണ്ട്. ഓക്കെ. അപ്പോ എന്താണ് ഒരു പേറോൾ പ്രൊഫഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സിംപ്ലി സാലറി കൊടുക്കുന്നതല്ല എന്നുള്ളതാണ്. 3 ഡിപ്പാർട്ട്മെന്റുകളാണ് ഒരു പേറോൾ സ്പെഷ്യലിസ്റ്റ് ഹാൻഡിൽ ചെയ്യുന്നത്. അതായത് 3 ഡിപ്പാർട്ട്മെന്റുകൾ കൂടി ചേർന്നാണ് ഒരു പേറോൾ സ്പെഷ്യലിസ്റ്റ് വർക്ക് ചെയ്യുക. മെയിൻലി ഒന്നാമത്തെ HR ആണ്. ഓക്കെ. HR-ന്റെ ഇൻവോൾവ്മെന്റ് ഉണ്ടാവും. HR ആണ് ഈ സാലറി, എംപ്ലോയീസിന്റെ കറന്റ് സാലറി എത്രയാണെന്നുള്ളത് ഫിക്സ് ചെയ്യുന്നതും ഇതാക്കുന്നതൊക്കെ HR ആണ്. അപ്പൊ HR-ന്റെ ഇൻവോൾവ്മെന്റ് എന്തായാലും ഇതിലുണ്ടാവും. പിന്നെ രണ്ടാമത് വരുന്നത് അക്കൗണ്ട്സ് ടീമാണ്, അഥവാ ഫിനാൻസ് ടീമാണ്. ഈ ഫിനാൻസ് ടീമാണ് നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ഫണ്ട് റൈസ് ചെയ്ത് തരുന്നത്. ഓക്കെ. അതായത് ഈ പേറോളിന് സാലറി പ്രോസസ് ചെയ്യാനുള്ള ഫണ്ട് റൈസ് ചെയ്ത് തരുന്നത് ഫിനാൻസ് ടീമാണ്. ഓക്കെ. പിന്നെ മൂന്നാമതൊരു ടീം കൂടി ഇതിൽ ഉൾപ്പെടുന്നുണ്ട്, അതാണ് ലീഗൽ ടീം എന്ന് പറയുന്നത്. ഓക്കെ. ഈ ലീഗൽ ടീമാണ് മൂന്നാമത്തെ ടീം എന്ന് പറയുന്നത്. ഈ 3 ടീമും ഒന്നിച്ച് പ്രവർത്തിച്ചാലാണ് കൃത്യമായിട്ട് ഒരു പേറോൾ പ്രോസസ് ചെയ്യാൻ കഴിയുള്ളൂ ഒരു കമ്പനിയിൽ. അപ്പൊ എങ്ങനെയാണ് ഈ ലീഗൽ ടീം അവിടെ വരുന്നത്? ഈ ലീഗൽ ടീം അധിക കമ്പനികളിലും ഇല്ല. അപ്പൊ ഈ ലീഗൽ ടീം എന്ന് പറയുന്നത് അത് എംപ്ലോയ്മെന്റ് അഥവാ എന്താണ്, ലേബർ ലോസ് ആണ്. ഈ ലേബർ ലോസ് എങ്ങനെ കൃത്യമായിട്ട് അറിയുന്ന ഒരാൾക്ക് കൃത്യമായിട്ട് പേറോൾ പ്രോസസ് ചെയ്യാൻ അറിയും. നമ്മുടെ രാജ്യത്ത് ഏകദേശം 14 ലേബർ ലോസ് ആണ് പേറോളുമായിട്ട് ലിങ്ക് ചെയ്ത് കിടക്കുന്നത്. അതായത് പേറോൾ കൃത്യമായിട്ട് പ്രോസസ്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ 14 ലേബർ ലോസ് നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം. ഓക്കെ. നമ്മുടെ രാജ്യത്ത് നിന്ന് 4 ലേബർ കോഡുകളിലോട്ട് എന്ത് മാറിയിട്ടുണ്ട്, ലേബർ ലോസ് മാറിയിട്ടുണ്ട്. ഓക്കെ. അപ്പൊ അതിൽ പ്രധാനമായിട്ട് 14 ലേബർ ആക്ടുകൾ ഉണ്ട്. ഈ 14 ലേബർ ആക്ടുകളാണ് ഒരു പേറോൾ കൃത്യമായിട്ട് പ്രോസസ് ചെയ്യാൻ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്. ഓക്കെ. അപ്പോൾ ആ ഒരു ലേബർ ലോ ഏതൊക്കെയാണെന്നുള്ളത് ഫസ്റ്റ് പറഞ്ഞു തരാം. ഒന്നാമത്, നിങ്ങളുടെ ഓരോരുത്തരുടെയും കമ്പനി ഫാക്ടറീസ് ആക്ടിലാണോ അതോ ഷോപ്പ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ടിലാണോ രജിസ്റ്റർ ചെയ്തിരിക്കണമെന്നുള്ളത് മനസ്സിലാക്കണം. ഓക്കെ. അതിനുശേഷമാണ് നമ്മൾ ഇത് എങ്ങനെയാണ് ഇത് പ്രോസസ് ചെയ്യാന്നുള്ള നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു ഐഡിയ കിട്ടുകയുള്ളൂ. ഓക്കെ. ഈ ആക്ട് രണ്ടും ഡിഫറെന്റ് ആണ്. ഈ രണ്ട് ആക്ട് രണ്ടും ഡിഫറെന്റ് ആയിട്ടാണ് രജിസ്റ്റർ ചെയ്യുന്നത്. നമുക്ക് ഡിഫറെന്റ് ആയിട്ടാണ് അതിന്റെ പേറോൾ പ്രോസസ് ചെയ്യേണ്ടത്. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് മനസ്സിലാക്കേണ്ട, ഒരു പേറോൾ പ്രൊഫഷണൽ ആയിട്ട് നിങ്ങൾ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ കമ്പനി ഏതിലാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. അതിനുശേഷമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ് ഇത് പ്രോസസ് ചെയ്യാന്നുള്ളത്. അതിന് നമുക്ക് കൃത്യമായിട്ട് നമുക്ക് കുറേ കാര്യങ്ങൾ അറിയണം. ഒന്നാമത്, മിനിമം വേജ് ആക്ട് മനസ്സിലാക്കണം. നമ്മുടെ രാജ്യത്ത് ഏറ്റവും ചുരുങ്ങിയത് ഒരു എംപ്ലോയിക്ക് എത്രയാണ് ശമ്പളം കൊടുക്കേണ്ടതെന്നുള്ളത്. ഓരോ തൊഴിലിനും ഡിഫറെന്റ് മിനിമം വേജ് ഉണ്ട്. ഓക്കെ. അത് ഗവൺമെന്റ് ഓരോ വർഷവും അത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അത് എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുക?
അതിന്റെ ഒരു പ്രക്രിയ ഉണ്ട്. അതിന്റെ ആ ഒരു രീതി മനസ്സിലാക്കിയാൽ മാത്രമേ ഏറ്റവും ചുരുങ്ങിയത് എത്രയാണ് ഒരു എംപ്ലോയിക്ക് സാലറി കൊടുക്കേണ്ടതെന്ന് മനസ്സിലാവുള്ളൂ. ഓക്കെ, അതിനുശേഷം നമ്മൾ മനസ്സിലാക്കേണ്ടത് പേയ്മെന്റ് ഓഫ് വേജസ്. എപ്പോഴാണ് പേയ്മെന്റ് കൊടുക്കേണ്ടത്, ഒരു എംപ്ലോയിക്ക് എപ്പോഴാണ് സാലറി കൊടുക്കേണ്ടത്, അതാണ് അടുത്തൊരു ചോദ്യം നമ്മോട് വരുന്നത്. ഓക്കെ, പിന്നെ അതിനുശേഷം വരുന്നതാണ് നമുക്ക് അടുത്ത ചോദ്യമാണ് വരുന്നത് എന്ത്, EPF ഉണ്ട്, അതുപോലെ ESI ഉണ്ട്. ഓക്കെ, പിന്നെ എന്ത് വരുന്നുണ്ട്, ലേബർ വെൽഫെയർ ഫണ്ട് വരുന്നുണ്ട്, പിന്നെ പ്രൊഫഷണൽ ടാക്സ് വരുന്നുണ്ട്, TDS അഥവാ ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ് എന്ന് പറഞ്ഞാൽ TDS വരുന്നുണ്ട്, ഇൻകം ടാക്സ് വരുന്നുണ്ട്. ഓക്കെ, പിന്നെ ബോണസ് വരുന്നുണ്ട്, ബോണസ് ആക്ട് വരുന്നുണ്ട്, ഗ്രാറ്റുവിറ്റി വരുന്നുണ്ട്. ഓക്കെ, ഇതിന് പുറമെയാണ് മറ്റുള്ള വേറെ കുറെ ആക്ടുകളും ഉണ്ട്. ഓക്കെ, അതായത് കോഡ് ഓൺ വേജ് എന്ന് പറയുന്ന വേജുകളൊക്കെ ഉള്ള ഈക്വൽ റെമ്യൂണറേഷൻ ആക്ട് വരുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് ആക്ടുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് അത് കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്താൽ മാത്രമാണ് കൃത്യമായിട്ടുള്ള സ്റ്റാറ്റ്യൂട്ടറി കൃത്യമായിട്ട് നമുക്ക് ഫയൽ ചെയ്യാനും നിയമപരമായിട്ട് കൃത്യമായിട്ട് പേറോൾ പ്രോസസ് ചെയ്യാനും നമുക്ക് കഴിയുള്ളൂ. ഓക്കെ, ഈ പേറോൾ പ്രൊഫഷൻ എന്ന് പറഞ്ഞാൽ പുതിയൊരു റോള് ഇന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, പേറോൾ പ്രൊഫഷണൽ എന്ന് പറഞ്ഞിട്ട് അഥവാ പേറോൾ സ്പെഷ്യലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഇന്ന് കമ്പനികളിലൊക്കെ പുതിയ റോളുകൾ ഒരുപാട് കമ്പനികൾ കൊണ്ടുവരുന്നുണ്ട്. അതായത് HR റോളിന് പുറമെ ഒരു പേറോൾ സ്പെഷ്യലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് പ്രത്യേകമായിട്ട് ഒരാളെ കൂടെ കമ്പനി ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ആ ഒരു ജോലി സാധ്യത കൂടി നമ്മൾ എന്ത് ചെയ്യുന്നു, മുൻകൂട്ടി കാണണം. ഓക്കെ, അതൊക്കെ കണ്ടിട്ടാണ് ഞങ്ങൾ ഇങ്ങനത്തെ ഒരു ട്രെയിനിങ് പ്രോഗ്രാം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇത് കൃത്യമായിട്ട് ഇന്ന് ചെയ്യാൻ അറിയില്ല. മാർക്കറ്റിലുള്ള 90% HR കൃത്യമായിട്ട് പേറോൾ പ്രോസസ് ചെയ്യാൻ അറിയില്ല. ഓക്കെ, ചില കമ്പനികളൊക്കെ നമുക്ക് വന്നിട്ടുണ്ട്, ഈ പേറോൾ പ്രോസസ് ചെയ്ത് HR കുളമാക്കിയിട്ട് നമുക്ക് കയ്യിൽ കൊണ്ടുവന്ന് തരും. ഓക്കെ, ഒറ്റയ്ക്ക് ട്രൈ ചെയ്യും. എന്താണ്, അറിയാത്ത കാര്യം യൂട്യൂബ് ഒക്കെ നോക്കിയിട്ട് ഒറ്റയ്ക്ക് ട്രൈ ചെയ്തിട്ട് കുളമാക്കി കൊണ്ടുവരും. കാരണം ഇതിലൊരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ നമ്മൾ എംപ്ലോയീസിന്റെ സാലറിയിൽ നിന്ന് കട്ട് ചെയ്യേണ്ട 5 കാര്യമാണ്. ഇന്ത്യയിൽ ഒരു എംപ്ലോയിയുടെ സാലറിയിൽ നിന്ന് നിങ്ങൾക്ക് നിയമപരമായിട്ട് കട്ട് ചെയ്യാൻ പറ്റിയ 5 കാര്യങ്ങളാണ്. അതായത് നിയമം നിർബന്ധമായിട്ട് കട്ട് ചെയ്തോ എന്ന് പറയുന്ന 5 കാര്യങ്ങളുണ്ട്. ഓക്കെ, ഒന്നാമത്തെ PF ആണ്, രണ്ടാമത്തെ നിങ്ങൾക്കറിയാം ESI ആണ്, മൂന്നാമത്തെ ലേബർ വെൽഫെയർ ഫണ്ട് ആണ്, നാലാമത്തെ എന്താണ്, പ്രൊഫഷണൽ ടാക്സ് ആണ്, അഞ്ചാമത്തെ എന്താണ്, TDS ആണ്. ഇങ്ങനെ 5 കാര്യങ്ങൾ നമ്മൾ കട്ട് ചെയ്യാനുണ്ട് ഇതിൽ. അപ്പൊ ഇത് കട്ട് ചെയ്താൽ മാത്രം പോരാ, ഇത് ഗവൺമെന്റിലോട്ട് ഫയൽ ചെയ്യണം. അവിടെയാണ് എല്ലാവരും ഫെയിൽ ആവുന്നത്. എങ്ങനെ, ഇത് കൃത്യമായിട്ട് ഗവൺമെന്റിലോട്ട് ഫയൽ ചെയ്യാൻ നിങ്ങൾക്ക് അറിയോ? അവിടെയാണ് നിങ്ങൾ ഒരു ഇന്റർവ്യൂലോ നിങ്ങൾ ഒരു അടുത്ത ലെവലിലോട്ട് എത്തുക എന്ന് പറയുന്നത്. കൃത്യമായിട്ട് കംപ്ലൈന്റ്സ് രജിസ്റ്റർ അഥവാ ഫയൽ ചെയ്യാൻ നിങ്ങൾക്ക് അറിയോ എന്നുള്ളതാണ് ചോദ്യം. EPF ഓരോ മാസത്തെയും നിങ്ങളുടെ സാലറിയിൽ നിന്നൊക്കെ കട്ട് ചെയ്ത് പോകുന്ന PF കൃത്യമായിട്ട് ഗവൺമെന്റിലോട്ട് കൊണ്ടുപോയിട്ട് ഫയൽ ചെയ്യാൻ അറിയുന്ന എത്ര HR ഉണ്ടെന്നതിൽ കൃത്യമായിട്ട് ആ ഗവൺമെന്റ് പോർട്ടലിൽ കയറിയിട്ട് എല്ലാ മാസവും ECR ഫയൽ ചെയ്യാൻ കഴിയുന്ന എത്ര ആളുകളുണ്ട്, ESI ഫയൽ ചെയ്യാൻ കഴിയുന്ന എത്ര ആളുകളുണ്ട്, ലേബർ വെൽഫെയർ ഫണ്ടിന്റെ എമൗണ്ട് എത്രയാണ്, അത് എത്രയാണ് ഈ ലേബർ വെൽഫെയർ ഫണ്ടിലോട്ട് എങ്ങനെയാണ് കൊടുക്കുക എന്ന് അറിയുന്ന എത്ര ആളുകളുണ്ട്, പ്രൊഫഷണൽ ടാക്സ് എത്രയാണ്, അത് എവിടെയാണ് കൊണ്ടുപോയി കൊടുക്കേണ്ടത്. ഇപ്പൊ നിലവിലുള്ള പ്രൊഫഷണൽ ടാക്സ്, കേരളത്തിന്റെ പ്രൊഫഷണൽ ടാക്സ് എത്രയാണ്, കർണാടകന്റെ പ്രൊഫഷണൽ ടാക്സ് എത്രയാണ്, തമിഴ്നാടിന്റെ പ്രൊഫഷണൽ ടാക്സ് എത്രയാണ്, ഇതെങ്ങനെയാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യും, ഇതെങ്ങനെ നമ്മൾ ഓരോ മാസം എംപ്ലോയിന്റെ സാലറിയിൽ നിന്ന് കട്ട് ചെയ്യും. ഓക്കെ, അതുപോലെ TDS എങ്ങനെയാണ് നമ്മൾ ഒരു എംപ്ലോയിന്റെ സാലറിയിൽ നിന്ന് TDS കട്ട് ചെയ്യുക, എങ്ങനെയാണ് എംപ്ലോയീസിന്റെ സാലറിയിൽ നിന്ന് ടാക്സ് കൊടുക്കാതെ രക്ഷപ്പെടുത്താൻ കഴിയുക നമുക്ക്. അതൊക്കെ ഒരു പേറോൾ പ്രൊഫഷണൽ വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു എംപ്ലോയിക്ക് ഒരു ടാക്സും അടക്കാതെ രക്ഷപ്പെടാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഒരു പേറോൾ സ്പെഷ്യലിസ്റ്റ് വിചാരിച്ചാൽ നടക്കും. അപ്പൊ ഇത് കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഒന്നാമത്തെ ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു HR ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾ അടുത്തൊരു ഇന്റർവ്യൂവിന് പോകുമ്പോഴോ അടുത്തൊരു ലെവലിലോട്ട് പോകുമ്പോഴോ നിങ്ങൾക്ക് എന്ത് പറയാം, ഞാൻ പേറോൾ പഠിച്ചിട്ടുള്ള HR ആണ്. ഓക്കെ, നോർമൽ ആയിട്ടുള്ള റിക്രൂട്ട്മെന്റ് ആണെന്നുണ്ടെങ്കിലും ഇപ്പൊ കോമ്പൻസേഷൻ മറ്റുള്ള കാര്യങ്ങളിലെ എന്താണ് LND ലേണിംഗ് ആൻഡ് ഡെവലപ്മെന്റ് മറ്റു കാര്യങ്ങളൊക്കെ അതിലൊക്കെ വർക്ക് ചെയ്യുന്ന HR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂഷ്വലി ആർക്കും പെട്ടെന്ന് പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ട്രെയിൻ ചെയ്ത് കൊടുക്കാൻ പറ്റും. യൂഷ്വലി ഇപ്പോൾ ഒരു 3 മാസത്തെ കോഴ്സോ 6 മാസത്തെ കോഴ്സൊക്കെ ഉണ്ട് HR കോഴ്സ്. അത് കഴിഞ്ഞ ആളുകൾക്കൊക്കെ അതിൽ എന്ത് ചെയ്യാൻ പറ്റും, ഈ റിക്രൂട്ട്മെന്റിലാണെന്നുണ്ടെങ്കിലും മറ്റതിലാണൊക്കെ വർക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ പേറോൾ ചെയ്യാൻ ഇവർക്ക് ആർക്കും കഴിയില്ല. കാരണം ഇതിനെന്താണ്, കൃത്യമായിട്ട് ലേബർ ലോ അറിഞ്ഞിരിക്കണം. ലേബർ ലോ മാത്രം അറിഞ്ഞാൽ മതിയോ, മതിയില്ല. എന്തൊക്കെ വേണം, ലേബർ ലോ മാത്രം പോരാ, കൃത്യമായിട്ട് ഇതിന്റെ കാൽക്കുലേഷൻസ് അറിഞ്ഞിരിക്കണം. ഇപ്പൊ PF ഒരാളുടെ സാലറിയിൽ നിന്ന് എത്രയാണ് കട്ട് ചെയ്യാൻ പറ്റുക, അതിപ്പോ സാലറി കൂടുമ്പോൾ എത്രയാണ് കട്ട് ചെയ്യാൻ പറ്റുക, ഒരു കമ്പനിയിൽ എപ്പോഴാണ് PF വരിക, എത്ര എംപ്ലോയീസ് ഇതിന് വേണം. ഓക്കെ, ESI എത്രയാണ് ഒരു എംപ്ലോയിക്ക് സാലറി കിട്ടുമ്പോഴാണ് ESI കിട്ടുക, ESIക്ക് എന്തൊക്കെ ബെനിഫിറ്റുകൾ ഉണ്ട്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഇത് കൃത്യമായിട്ട് ഒരു കുട്ടികൾക്കും കൃത്യമായിട്ട് അറിയില്ല, അതോ ഒരു HR കൃത്യമായിട്ട് അറിയില്ല. ഇനി പുതുതായിട്ട് പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്കോ അവർക്കും ഇത് കൃത്യമായിട്ട് അറിയുന്നില്ല. പിന്നെ ഒരു പേറോൾ സോഫ്റ്റ്വെയർ ഹാൻഡിൽ ചെയ്യാൻ അറിയാത്ത എത്ര HR പേറോൾ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ പേറോളൊക്കെ ഓട്ടോമേറ്റ് ചെയ്യാൻ പഠിച്ചു. അതായത് അറ്റൻഡൻസ് എടുക്കാൻ എല്ലാ HR അറിയാം. ഇന്ന് ആ അറ്റൻഡൻസ് എങ്ങനെയാണ് ഒരു സോഹോ പേറോളോ അല്ലെങ്കിൽ മറ്റൊരു പേറോൾ സോഫ്റ്റ്വെയറിനോട് ലിങ്ക് ചെയ്ത് കൊടുക്കുക.
നിങ്ങളത് ലിങ്ക് ചെയ്ത് കൊടുത്താൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഇത് പ്രോസസ് ചെയ്യും. എങ്ങനെയാണ് അവരുടെ ഓവർ ടൈം കാൽക്കുലേറ്റ് ചെയ്യേണ്ടതൊക്കെ ഇത് പ്രോസസ് ചെയ്യും. കൃത്യമായിട്ട് ഓവർ ടൈം റൂൾ ഉണ്ട് നമ്മുടെ രാജ്യത്ത്, എത്രയാണ് ഓവർ ടൈമിന് എമൗണ്ട് കൊടുക്കേണ്ടതെന്നുള്ള റൂൾ ഉണ്ട്. ഇങ്ങനെ ഒരുപാട് കാറ്റഗറി ഇതിൽ പഠിക്കാനുണ്ട്. ഒരു പേറോൾ സ്പെഷ്യലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെന്റിലോട്ട് ഫയൽ ചെയ്യുന്നത്. പിന്നെ എക്സലിൽ എങ്ങനെയാണ് പേറോൾ ജനറേറ്റ് ചെയ്യുക. ഉദാഹരണത്തിന് ഞാൻ നിങ്ങളോട് ഓരോരുത്തരും ചോദിക്കട്ടെ, നിങ്ങളുടെ കമ്പനി ഒരു 1000 എംപ്ലോയീസ് ഉണ്ടെന്ന് വിചാരിക്കുക. 1000 എംപ്ലോയീസ്. ഈ 1000 എംപ്ലോയീസിനും ഒറ്റ ക്ലിക്കിൽ എക്സൽ ഉപയോഗിച്ചിട്ട് ഒറ്റ ക്ലിക്കിൽ നിങ്ങൾക്ക് ഇവർക്കൊക്കെ എല്ലാം സാലറി സ്ലിപ്പ് ജനറേറ്റ് ചെയ്യാൻ കഴിയും. ഇവരുടെ എല്ലാവരും ഈ 1000 എംപ്ലോയീസിന് സാലറി സ്ലിപ്പ് ജനറേറ്റ് ചെയ്ത് അവരുടെ മെയിൽ ഐ ഡിയിലോട്ട്, അവരുടെ ഓരോരുത്തരുടെയും മെയിൽ ഐ ഡിയിലോട്ട് അവരുടെ സാലറി സ്ലിപ്പ് അയക്കാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും കഴിയും. അതാണ് ചോദ്യം. ഇതൊന്നും അറിയാതെ ഒരുപാട് ആളുകൾ ഇന്നുണ്ട്. ഇവരാണെന്ന് ജോലിക്ക് പോയിട്ടും ജോലി കിട്ടാതിരിക്കുന്നത്. ഇന്ന് കമ്പനികൾക്ക് ഇതൊക്കെ അറിയുന്ന ആളുകളെയാണ് വേണ്ടത്. ഓക്കെ, ഇപ്പൊ എക്സലിൽ കൃത്യമായിട്ട് യൂസ് ചെയ്യാൻ അറിയുന്ന എല്ലാവർക്കും എക്സലിൽ അറിയുമെന്ന് ചോദിച്ചാൽ, നമ്മളൊരു സ്കൂളിൽ എന്തിനാ പോകുന്നത് ചോദിക്കുമ്പോൾ പഠിക്കാനാ പോകുന്നത് പറയുന്ന പോലെ എല്ലാവരും എന്ത് ചെയ്യണം, എക്സൽ അറിയുമെന്ന് ചോദിച്ചാൽ അറിയുമെന്ന് പറയും. എന്നാൽ എക്സലിലെ ട്രിക്കുകളൊന്നും അറിയില്ല. VBA മെത്തേഡ് എന്താണ്, അതുപോലെ ഇപ്പൊ നിർബന്ധമായിട്ട് HR-മാർക്ക് അറിഞ്ഞിരിക്കേണ്ട വി ലുക്കപ്പ്, VBA, അതുപോലെ മെയിൽ മെർജിങ്, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും അറിയാത്ത ഒരുപാട് HR-മാരുന്നുണ്ട്. അപ്പൊ ഇവരെ സഹായിക്കുക എന്നുള്ള ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് ഈ ഒരു ട്രെയിനിങ് വർക്ക്ഷോപ്പ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. പ്രാക്ടിക്കൽ ട്രെയിനിങ് വർക്ക്ഷോപ്പ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, പേറോൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, നമ്മൾ തിയറി പഠിക്കുന്നതല്ല പേറോൾ. പേറോൾ നമുക്ക് എല്ലാ മാസവും ചെയ്യാനുള്ളതാണ്. അറ്റൻഡൻസും രജിസ്റ്ററും ഒക്കെ നോക്കിയിട്ട് കൃത്യമായിട്ട് ചെയ്യാനുള്ള ഒരു കേസാണ് എന്ത്, ഈ ഒരു പേറോൾ എന്ന് പറഞ്ഞത്. പിന്നെ നിങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നത് ക്യാഷ് ആണ്. ഓക്കെ, നിങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നത് ക്യാഷ് ആണ്. ഒരു മിസ്റ്റേക്ക് വന്നാൽ കമ്പനിക്കും നിങ്ങൾക്കും അതിന്റെ നഷ്ടം ഉണ്ടാവും. ഓക്കെ, കമ്പനിക്കും നിങ്ങൾക്കും നഷ്ടമുണ്ടാവും. പിന്നെ ഈ പേറോൾ അറിയുന്ന HR-മാർക്ക് എക്സ്ട്രാ ഡിമാൻഡുമാണ്. കമ്പനി അവരെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഹാൻഡിൽ ചെയ്യും. കാരണം അവർ അത്രയും കോൺഫിഡൻഷ്യൽ ഡാറ്റ ഹാൻഡിൽ ചെയ്ത് കൃത്യമായിട്ട് ഇത് ഫയൽ ചെയ്ത് കൃത്യമായിട്ട് നോക്കുന്ന ആളാണ്. പിന്നെ നമ്മുടെ കമ്പനികളിലൊക്കെ ലേബർ ഇൻസ്പെക്ടേഴ്സ് ഇൻസ്പെക്ട് ചെയ്യും. ഈ ഇൻസ്പെക്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് ചോദിക്കുന്ന കുറെ രജിസ്റ്റേഴ്സ് ഉണ്ട്. അതിലൊന്നാണ് എന്ത്, സാലറി രജിസ്റ്റർ, അറ്റൻഡൻസ് രജിസ്റ്റർ, ഓവർ ടൈം രജിസ്റ്റർ, ആക്സിഡന്റ് രജിസ്റ്റർ, ഇങ്ങനെ കുറെ രജിസ്റ്റേഴ്സ് ഉണ്ട്, ബോണസ് രജിസ്റ്റർ. അപ്പൊ ഇതൊക്കെ കീപ്പ് ചെയ്യേണ്ട ഉത്തരവാദിത്വം ഇന്ന് HR-മാർ പല ആൾക്കാർക്കും അറിയില്ല. ഇതൊന്നും കീപ്പ് ചെയ്യാതെയാണെന്ന് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതൊക്കെ പ്രോപ്പർലി എങ്ങനെയാണ് കീപ്പ് ചെയ്യുക, എങ്ങനെയാണ് പ്രോപ്പർലി റിട്ടേൺ ഫയൽ ചെയ്യുക, 3 മാസം കൂടുമ്പോൾ റിട്ടേൺ ഫയൽ ചെയ്യണം. ITR എങ്ങനെയാണ് നമ്മൾ ഓരോ എംപ്ലോയീസിനും എടുത്തു കൊടുക്കുക, ഫോം 60 എങ്ങനെയാണ് എംപ്ലോയീസിന് എടുത്തു കൊടുക്കുക. എന്താണ് ഫോം 60 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ത്യയിൽ ഒരു ഒരു എംപ്ലോയി, ഒരു പ്രൊഫഷണൽ എപ്പോഴാണ് ടാക്സ് അടക്കേണ്ടി വരിക, എത്ര വരുമാനം വരുമ്പോഴാണ് ടാക്സ് അടക്കേണ്ടി വരിക, ആ ടാക്സ് അടക്കാതെ എങ്ങനെ രക്ഷപ്പെടാൻ കഴിയും. ഓക്കെ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാനുണ്ട് ഇതിൽ. ഓക്കെ, ഇത്രയും കണ്ടന്റുകൾ നമുക്ക് ഇതിൽ പോകാനുണ്ട്. ഓക്കെ, ഒരു സോഫ്റ്റ്വെയർ എങ്കിലും അറിയാത്ത, ഒരു പേറോൾ സോഫ്റ്റ്വെയർ പോലും അറിയാത്ത ഒരുപാട് ആളുകളുണ്ട്. ഇവരൊക്കെ സ്കിൽഡ് ആക്കുക, ഒന്ന് അപ്സ്കില്ല് ചെയ്യുക എന്നുള്ള ഒരു പ്രോഗ്രാം ആണ് ഞങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഞങ്ങളുടെ കോഴ്സിനെ കുറിച്ചാണ് ഞാൻ വിശദീകരിച്ചു തരാം. എന്താണ് പേറോൾ എന്നുള്ളത് മനസ്സിലായില്ലേ നമുക്ക്. എന്താണ് ഒരു കമ്പനിയുടെ എന്താണ് നമ്മൾ പറയുക, സ്റ്റാറ്റ്യൂട്ടറി അതുപോലെ എന്താണ് ലോ ഒക്കെ ഫുള്ള് ക്ലിയർ ആയി നോക്കിയതിന് ശേഷം മാത്രം പ്രോസസ് ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് ഇത് പേറോൾ എന്ന് പറയുന്നത്. ഓക്കെ, കൃത്യമായിട്ട് എംപ്ലോയിന്റെ കയ്യിലോട്ട് സാലറി ഓൺ ടൈമിൽ എന്താണ്, കൃത്യമായിട്ട് എംപ്ലോയിന്റെ എല്ലാ നിയമങ്ങളും പാലിച്ച് കൃത്യമായ കട്ടിങ്സോട് കൂടി കൃത്യമായിട്ട് എംപ്ലോയിന്റെ കയ്യിലോട്ട് സാലറി എത്തുന്ന ആ പ്രോസസ്സിനെ കംപ്ലീറ്റ് ആയിട്ട് പറയുന്ന പേരാണ് പേറോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അത് ജസ്റ്റ് സാലറി കൊടുക്കൽ മാത്രമല്ല, ഇത് കംപ്ലൈന്റ് ഗവൺമെന്റിൽ രജിസ്റ്റർ ചെയ്യണം. EPF പോർട്ടലിൽ പോയിട്ട് PF കൊടുക്കണം. ഓക്കെ, എംപ്ലോയിന്റെ സാലറിന്ന് കട്ട് ചെയ്ത് വെച്ച PF ഉണ്ടല്ലോ, ആ PF-ഉം എംപ്ലോയർ എക്സ്ട്രാ ഇടുന്ന എമൗണ്ടും കൂടെ കൂട്ടിയിട്ട് എംപ്ലോയിന്റെ PF അക്കൗണ്ട് കൊണ്ടുപോയി നിക്ഷേപിച്ചു കൊടുക്കണം. അതെങ്ങനെ നിക്ഷേപിക്കുക, ആ വെബ്സൈറ്റിൽ കയറണം. എങ്ങനെ വെബ്സൈറ്റ് ഹാൻഡിൽ ചെയ്യുക അതറിയില്ല. ഈ വെബ്സൈറ്റ് എന്താണെന്ന് അറിയോ, ഇല്ല. ഇതിൽ എങ്ങനെയാണ് നമ്മൾ ഒരു എംപ്ലോയിനെ ആഡ് ചെയ്തിട്ട് UAN നമ്പർ എന്ന് പറഞ്ഞ യൂണിവേഴ്സൽ അക്കൗണ്ട് നമ്പർ എങ്ങനെ ജനറേറ്റ് ചെയ്യും, അതറിയില്ല. അപ്പൊ ഇങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. പിന്നെ ESIയിൽ എത്രയാണ് ഒരു എംപ്ലോയി കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടത്, എംപ്ലോയർ എത്രയാണ് കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടത്. ഓക്കെ, ഇതിന്റെ ബെനിഫിറ്റുകൾ എന്തൊക്കെയാണ്, ഈ ESI കൊണ്ട് എന്തൊക്കെ ബെനിഫിറ്റുകൾ ഉണ്ട്, എപ്പോഴാണ് ഈ ഒരു എംപ്ലോയിക്ക് ESIയിൽ ക്ലെയിം ചെയ്യാൻ പറ്റുക. ഓക്കെ, അതിന്റെ ബെനിഫിറ്റ് പീരീഡ് എങ്ങനെയാണ്, സിക്ക് ലീവ് എങ്ങനെ ക്ലെയിം ചെയ്യും, ഒരു എംപ്ലോയി ഡെത്ത് സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യും, നമ്മുടെ വർക്ക് പ്ലേസിൽ ഒരു എംപ്ലോയി മരിക്കുകയാണ്, അപ്പൊ അതിന്റെ എന്തൊക്കെ ഇൻഷുറൻസ് ആ എംപ്ലോയിക്ക് നമുക്ക് ക്ലെയിം ചെയ്ത് കൊടുക്കാൻ പറ്റും. ESI എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തൊക്കെ ബെനിഫിറ്റുകൾ ഉണ്ട്. ഓക്കെ, ഇങ്ങനെ ഒരുപാട് സംശയങ്ങളാണ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉള്ളത്. ഇന്ന് പല ആളുകൾക്കും ഇതിന്റെ ഒന്നും ബെനിഫിറ്റുകളോ ഇതിന്റെ കാര്യങ്ങൾ എങ്ങനെയാണ് പ്രോപ്പർലി ചെയ്യേണ്ടതെന്ന് അറിയില്ല. അപ്പൊ അത് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കി തരിക, അതെങ്ങനെയാണ് പ്രോസസ്സ് ചെയ്യേണ്ടതെന്ന് അറിയിച്ചു തരിക എന്നുള്ളതാണ് ലക്ഷ്യം. ഓക്കെ, അപ്പോ ഇതിൽ ഞാൻ ഇനി പറയാൻ പോകുന്നത്, നിങ്ങളൊക്കെ പലരും ഞങ്ങളുടെ കോഴ്സ് എൻക്വയറി ചെയ്തിട്ടാണ് ഇത് വന്നിട്ടുള്ളത് മനസ്സിലായിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഈ കോഴ്സിൽ ഞങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഒരു ഒരു മാസത്തെ ട്രെയിനിങ് ആണ്. 1 മന്ത് ട്രെയിനിങ്. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ട് 1 മാസത്തെ പഠിക്കാനുണ്ടോ, കൃത്യമായിട്ട് 1 മാസം തന്നെ പഠിക്കാനുണ്ട്. ഓക്കെ, 1 മാസം തന്നെ ഇത് പഠിക്കാനുണ്ട്. ഈ 1 മാസത്തെ ട്രെയിനിങ് ആണ് ഞങ്ങൾ അവിടെ കൊടുക്കാൻ പോകുന്നത്. 1 മന്ത് ട്രെയിനിങ്. എന്താണ് ഈ 1 മന്ത് ട്രെയിനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്?
ഞങ്ങൾ രണ്ട് രാജ്യത്തിന്റെ കേസുകളാണ് പറഞ്ഞു തരാൻ പോകുന്നത്. രണ്ട് രാജ്യം, ഒന്ന് ഇന്ത്യ ആണെന്നുണ്ടെങ്കിൽ മറ്റൊന്ന് UAE ആണ്. ഓക്കെ, ഇന്ത്യയും അതുപോലെ ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ രാജ്യത്ത് നിന്ന് ആളുകൾ മൈഗ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന UAE-ലോട്ടുമാണുള്ള കേസുകളാണ് നമ്മൾ പറഞ്ഞു തരാൻ പോകുന്നത്. ഈ ഒരു രണ്ട് കേസുകൾ നിങ്ങൾ പഠിക്കുന്നതോടുകൂടി നിങ്ങൾക്ക് ഇന്ത്യയിലും വർക്ക് ചെയ്യാം, UAE-ലും വർക്ക് ചെയ്യാം എന്നുള്ളതാണ്. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് ഇതിന്റെ ഒരു ആവശ്യകത കൃത്യമായിട്ട് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇന്ന് ലിങ്ക്ഡിൻ യൂസ് ചെയ്യുന്ന ആളുകളുണ്ടാവും, ഇൻഡീഡ് യൂസ് ചെയ്യുന്ന ആളുകളുണ്ടാവും, നൗക്രി. ഇതിൽ ജസ്റ്റ് കയറിയിട്ട് ഒരു പേറോൾ സ്പെഷ്യലിസ്റ്റിന്റെ വേക്കൻസികൾ ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യുക. ഒരുപാട് വേക്കൻസീസ് ഉണ്ടാവും. ഇത്രയും വേക്കൻസീസ് ഇനി അഥവാ അതിൽ വേക്കൻസി കണ്ടിട്ടില്ല, നിങ്ങൾ HR-ന്റെ വേക്കൻസി ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കുക. HR-ന്റെ വേക്കൻസിയിൽ റിക്വയർമെന്റ്സിൽ ഉണ്ടാവും ഫസ്റ്റത്തെ റോൾ ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് കൊടുത്തിട്ടുണ്ടാവും എന്ത്, PF ESI അഥവാ എന്താണ് പേറോൾ ചെയ്യാൻ അറിയണം എന്നുള്ളത്. ഓക്കെ, എന്താണ് പേറോൾ നിർബന്ധമായിട്ട് ചെയ്യാൻ അറിയണം എന്നുള്ള ഫസ്റ്റത്തെ റൂൾ ഉണ്ട്. ഓക്കെ, റിക്രൂട്ട്മെന്റും അതുപോലെ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ പേറോൾ എന്ന് പറയുന്നത്. കൃത്യമായിട്ട് ശമ്പളം കൊടുക്കാൻ കമ്പനിക്ക് കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ വേറെ എന്തെങ്കിലും ചെയ്തിട്ട് കാര്യമുണ്ടോ? അപ്പോൾ ഒരു HR ആയ നിങ്ങളാണ് ഒരു എംപ്ലോയിനെ ഹയർ ചെയ്യുന്നത്. ആ എംപ്ലോയിക്ക് കൃത്യമായിട്ട് സാലറി വാങ്ങി കൊടുക്കാൻ, കൃത്യമായിട്ട് നിയമം അനുശാസിക്കുന്ന എല്ലാ കട്ടിങ്സും എല്ലാ ആനുകൂല്യങ്ങളും ഉൾപ്പെടുത്തിയിട്ട് അവർക്ക് കൃത്യമായിട്ട് എങ്ങനെയാണ് സാലറി കൊടുക്കേണ്ടത് നിങ്ങൾക്ക് അറിയുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്ത് HR ആണ്? അപ്പൊ ഇത് മനസ്സിലാക്കാനാണ് ഞങ്ങൾ ഈ ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്നത്. കൃത്യമായിട്ട് ഇത് എങ്ങനെ പഠിപ്പിച്ചു തരാൻ കഴിയുന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. അത് പ്രാക്ടിക്കലി ഞങ്ങൾ എന്ത് ചെയ്യുന്നത്, ട്രെയിൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ പ്രാക്ടിക്കൽ വർക്ക്ഷോപ്പ് ആണ്, 1 മന്ത് പ്രാക്ടിക്കൽ വർക്ക്ഷോപ്പ് ആണ്. ഇന്ത്യ ആൻഡ് UAE 1 മന്ത് പ്രാക്ടിക്കൽ വർക്ക്ഷോപ്പ്. ഓക്കെ, UAE-ലോട്ട് മൈഗ്രേറ്റ് ചെയ്യുന്ന ആളുകളുണ്ട്. ഓക്കെ, UAE ലേബർ ലോ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. UAE ലേബർ ലോ ഞങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിന്റെ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കാര്യങ്ങൾ ഞാൻ എന്ത് ചെയ്യാം, ഇൻട്രൊഡ്യൂസ് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, നിങ്ങൾ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യും, ഇതൊന്ന് വാച്ച് ചെയ്തോളൂ. ഓക്കെ, നമ്മുടെ കോഴ്സിന്റെ സിലബസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇത് ഫസ്റ്റ് ഇന്ത്യൻ സിലബസുകളാണ് കൊടുത്തിട്ടുള്ളത്. എന്തൊക്കെയാണ് ഇന്ത്യൻ സിലബസിൽ നമ്മൾ പറയുന്നത്? ഏറ്റവും ബേസ് ആയിട്ട് ഒന്നും അറിയാതെ വരുന്ന ഒരാൾക്ക് മുതൽ നമ്മൾ എങ്ങനെ പഠിപ്പിച്ചു കൊടുക്കുന്നില്ല, ഏറ്റവും ബേസ് മുതൽ അഡ്വാൻസ് ലെവൽ വരെയാണ് ഈ കോഴ്സ് കൊണ്ടുപോകുന്നത് നിങ്ങളെ. ഓക്കെ, അത് ബേസ് ആയിട്ട് എന്താണ് പേറോൾ എന്ന് പോലും അറിയാതെ വരുന്ന ആളുകൾക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, പേറോൾ ഫണ്ടമെന്റൽസ് മുതൽ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, എന്താണ് പേറോൾ, എന്താണ് ഗ്രോസ് പേ, എന്താണ് നെറ്റ് പേ, എന്താണ് CTC, എന്താണ്, എങ്ങനെയാണ് പേറോൾ പ്രോസസ്സ് ചെയ്യുക, ഇതൊക്കെ നമ്മൾ പഠിപ്പിച്ചു. പിന്നെ Day 2. ഓക്കെ, നമ്മൾ 1 മാസത്തെ ട്രെയിനിങ് ആണ്, 1 മന്ത് ട്രെയിനിങ് ആണ് ഞങ്ങൾ തരാൻ പോകുന്നത്. അപ്പോൾ ഓരോ ദിവസം എന്തൊക്കെയാണ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നതിലാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. 2-ാം ദിവസം മുതൽ ലേബർ ലോ പഠിപ്പിക്കും. ഫസ്റ്റ് ലേബർ ലോ മനസ്സിലാവണം. ഈ ലേബർ ലോ കൃത്യമായിട്ട് മനസ്സിലാവുന്ന ഒരാൾക്ക് മാത്രമേ പേറോൾ പ്രോസസ് ചെയ്യാൻ കഴിയുള്ളൂ. ഓക്കെ, അപ്പൊ എന്താണ് ഈ കേരളത്തിന്റെ മിനിമം വേജ്, എന്താണ് കേരളത്തിന് മിനിമം വേജ് ഉണ്ട്. ഓക്കെ, അതിന്റെ ഡോക്യുമെന്റ്സ് ഉണ്ട്, ഗവൺമെന്റ് ഡോക്യുമെന്റ്സ് ഉണ്ട്. ഓക്കെ, അത് കൃത്യമായിട്ട് നിങ്ങൾക്ക് തരും. അതിൽ നോക്കിയിട്ട് എനിക്ക് കൃത്യമായിട്ട് മനസ്സിലാവും ഇപ്പൊ നിലവിൽ എത്രയാണ് ഓരോ തൊഴിലിലും ഇന്ത്യയിൽ അല്ല കേരളത്തിൽ എത്രയാണ് മിനിമം വേജ് എന്ന് മനസ്സിലാക്കി തരും. ഓക്കെ, അങ്ങനെ മിനിമം വേജ് എന്താണ്, പേയ്മെന്റ് ഓഫ് വേജ്, എപ്പോഴാണ് പേയ്മെന്റ് കൊടുക്കേണ്ടത്, എങ്ങനെയാണ് കൊടുക്കേണ്ടത്, കോഡ് ഓൺ വേജ് എന്ന് പറഞ്ഞാൽ ഈക്വൽ റെമ്യൂണറേഷൻ, സ്ത്രീകൾക്ക് പുരുഷന്മാർക്ക് ഈക്വൽ റെമ്യൂണറേഷൻ കൊടുക്കണം. അതെങ്ങനെ നമ്മൾ കൃത്യമായിട്ട് ഫയൽ ചെയ്യാൻ കഴിയും. ഓക്കെ, പിന്നെ ഷോപ്പ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, അതിൽ എങ്ങനെ രജിസ്റ്റർ ചെയ്യും, എത്ര മണിക്കൂർ എംപ്ലോയീസിനെ കൊണ്ട് വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും, ഓവർ ടൈമിന് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക. അതുപോലെ ഫാക്ടറീസ് ആക്ട് എന്താണ്, ഫാക്ടറീസ് ആക്ടിൽ എങ്ങനെയൊക്കെ ലീവുകൾ കൊടുക്കാൻ പറ്റും, എത്ര ലീവുകൾ ഒരു എംപ്ലോയിക്ക് എടുക്കാൻ പറ്റും, സിക്ക് ലീവ് എങ്ങനെയാണ്, കാഷ്വൽ ലീവ് എങ്ങനെയാണ് ഇന്ത്യൻ റൂൾ പ്രകാരം. ഈ ലേബർ ലോ കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കി തരും. പിന്നെ EPF ആണ് അടുത്ത് പറഞ്ഞത്. PF പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്, സ്റ്റാറ്റ്യൂട്ടറി ഡിഡക്ഷൻ ആണ്. നിയമപരമായിട്ട് ഒരു എംപ്ലോയിന്റെ സാലറിയിൽ നിന്ന് കട്ട് ചെയ്യേണ്ട ഡിഡക്ഷൻ ആണ് എന്ത് പറയുന്നത്, EPF എന്ന് പറയുന്നത്. EPF എങ്ങനെയാണ് ചെയ്യുക, എന്താണ് EPF ആക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓക്കെ, അതിന്റെ സ്റ്റാറ്റ്യൂട്ടറി കോൺട്രിബ്യൂഷൻ, എംപ്ലോയി എത്ര പെർസെന്റേജ് കൊടുക്കണം, എംപ്ലോയർ എത്ര പെർസെന്റേജ് കൊടുക്കണം. ഓക്കെ, എംപ്ലോയിന്റെ സാലറിന്ന് എത്ര പെർസെന്റേജ് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും, എംപ്ലോയർ സാലറിന്ന് എത്ര പെർസെന്റേജ് കട്ട് ചെയ്യാൻ പറ്റും, അത് ഏതിനാണ് കട്ട് ചെയ്യുക, ഫുൾ സാലറി നിന്നാണോ, ബേസിക് സാലറി നിന്നാണോ, ഓക്കെ, ഗ്രോസ് സാലറി നിന്നാണോ, നെറ്റ് സാലറി നിന്നാണോ, അതിന്റെ കേസുകൾ. ഓക്കെ, പിന്നെ ESI. ഓക്കെ, ESIന്റെ ബെനിഫിറ്റുകൾ എന്തൊക്കെയാണ്, ESI എന്തൊക്കെയാണ്, മെറ്റേണിറ്റി ബെനിഫിറ്റ് എങ്ങനെ ക്ലെയിം ചെയ്യാൻ പറ്റും ESI. ഓക്കെ, ESI സിക്ക് ലീവിന്റെ എമൗണ്ട് എങ്ങനെ ക്ലെയിം ചെയ്യാൻ പറ്റും, ESI എന്തൊക്കെയാണ് ബെനിഫിറ്റുകൾ കിട്ടുക, ESIന്റെ പെഹചാൻ കാർഡ് എങ്ങനെ നമുക്ക് ഉണ്ടാക്കാൻ കഴിയും. ഓക്കെ, നമ്മളെ ഫാമിലിക്ക് എങ്ങനെ ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാൻ പറ്റും. ഓക്കെ, ഇങ്ങനത്തെ അതുപോലെ എംപ്ലോയീസ് എത്രയാണ് കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടത്, എംപ്ലോയി എത്രയാണ് ESIയിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്, എംപ്ലോയർ എത്ര കോൺട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കണം. ഓക്കെ, പിന്നെ പ്രൊഫഷണൽ ടാക്സ് അഥവാ PT എന്ന് പറയും. ഓക്കെ, PT അതുപോലെ LWF എന്നൊക്കെ പറയും, പ്രൊഫഷണൽ ടാക്സ്. അതുപോലെ ലേബർ വെൽഫെയർ ഫണ്ട്, നമ്മുടെ രാജ്യത്ത് നമ്മുടെ കേരളത്തിലൊക്കെ ഉണ്ട് ലേബർ വെൽഫെയർ ഫണ്ട് ഉണ്ട്. ഈ ലേബർ വെൽഫെയർ ഫണ്ടിലോട്ട് എത്ര കൊടുക്കണം, ഷോപ്പ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ടിലാണെന്നുണ്ടെങ്കിൽ 50 രൂപ കൊടുക്കണം. അപ്പൊ എംപ്ലോയി മാത്രം കൊടുത്താൽ മതിയോ, ഇല്ല, എംപ്ലോയറും കൊടുക്കണം. അപ്പൊ ഇത് എവിടെയാണ് കൊണ്ടുപോയിട്ട് ഫയൽ ചെയ്യുക, അപ്പൊ ഇതിന്റെ വെബ്സൈറ്റ് എങ്ങനെയാണ്. ഓക്കെ, ഇത് ഇങ്ങനെ എല്ലാ കേസുകളുണ്ട്. പിന്നെ പ്രൊഫഷണൽ ടാക്സ് എങ്ങനെയാണ്, നമുക്കറിയാം 6 മാസം കൂടുമ്പോഴുണ്ട്. അതിന് കേരളത്തിന് എന്തുണ്ട്, പ്രൊഫഷണൽ ടാക്സിന് സ്ലാബ് ഉണ്ട്. ഓക്കെ, ആ സ്ലാബ് നോക്കിയിട്ട് നമ്മൾ കൊടുക്കുക. ഈ സ്ലാബ് എങ്ങനെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യും, അത് 6 മാസത്തിന്റെ സ്ലാബാണ് വരുന്നത്, അതെങ്ങനെ 1 മന്തിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും, ഇങ്ങനത്തെ കേസുകൾ. പിന്നെ TDS ആണ്, ടാക്സ്. നിങ്ങൾക്കറിയാം ഇൻകം ടാക്സ്, നമ്മളൊക്കെ ഏൺ ചെയ്യുന്നതിന് നമ്മൾ ഇൻകം ടാക്സ് അടക്കണം. ഇതെങ്ങനെ ടാക്സ് അടക്കാതെ രക്ഷപ്പെടാൻ പറ്റും, എങ്ങനെ ITR ഫയൽ ചെയ്യുക, എങ്ങനെയാണ് നമ്മൾ ഇതിന് എന്താണ്
കൃത്യമായിട്ട് നമ്മൾ അതിന്റെ ഡിഡക്ഷൻസ് എങ്ങനെയാണ് കട്ട് ചെയ്യുക, ഓക്കെ, എങ്ങനെയാണ് ഓരോ മാസം ടി ഡി എസ് കട്ട് ചെയ്യുക, എപ്പോഴാണ് ടി ഡി എസ് കട്ട് ചെയ്യേണ്ടത്, ഈ കട്ട് ചെയ്ത ടി ഡി എസ് എവിടെ കൊണ്ടുപോയിട്ടാണ് അടയ്ക്കേണ്ടത്, അതെങ്ങനെ ചലാനായിട്ട് നമ്മൾ അടക്കും, ഗവൺമെന്റ് വെബ്സൈറ്റ് എങ്ങനെ ഹാൻഡിൽ ചെയ്യും, ഇങ്ങനെ എല്ലാ കേസുകളും. പിന്നെ ബോണസ് എങ്ങനെയാണ് കൊടുക്കുക, നിർബന്ധമാണ് ബോണസ് കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ എപ്പോഴാണ് നിർബന്ധമാവുന്നത്, ഇതിൽ നിന്ന് എങ്ങനെ നമുക്ക് രക്ഷപ്പെടാൻ കഴിയും ബോണസ് കൊടുക്കാതെ, അല്ലെങ്കിൽ ബോണസ് കൊടുക്കുമ്പോൾ എത്ര പെർസെന്റേജ് കൊടുക്കണം, എത്ര പെർസെന്റേജ് കൊടുക്കാൻ പാടില്ല, ആർക്കൊക്കെ കൊടുക്കണം, ഓക്കെ. പിന്നെ ഗ്രാറ്റുവിറ്റി എങ്ങനെയാണ്, ഗ്രാറ്റുവിറ്റിയുടെ കാൽക്കുലേഷൻ എങ്ങനെയാണ് വരുന്നത്, ഗ്രാറ്റുവിറ്റി എങ്ങനെയാണ് പ്രൊവൈഡ് ചെയ്യുക, ഇപ്പൊ ഗ്രാറ്റുവിറ്റി ഒരു വർഷത്തിൽ കൂടുതലാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ്, 5 വർഷത്തിൽ കൂടുതലാണെങ്കിൽ എങ്ങനെയാണ് വരുന്നത്, ഓക്കെ. എല്ലാവർക്കും ഗ്രാറ്റുവിറ്റി കൊടുക്കണോ, എത്ര വർഷം സർവീസ് പീരീഡ് കാണിക്കണം, ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ നമ്മൾ ഇതിൽ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ പുതിയ ലേബർ കോഡ് ഇന്ത്യയിൽ കഴിഞ്ഞ വർഷം നവംബർ 21 രാജ്യത്ത് എന്ത് കൊണ്ടുവന്നിട്ടുണ്ട്, ന്യൂ ലേബർ കോഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്, ഓക്കെ. ആ ലേബർ കോഡിൽ എന്തൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, അതെങ്ങനെയൊക്കെയാണ് പഠിപ്പിച്ചു തരേണ്ടത്, അങ്ങനെ അതിന്റെ ഫുൾ ആൻഡ് ഫൈനൽ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ഇതൊക്കെയാണ് നമുക്ക് വരുന്ന പ്രധാനപ്പെട്ട സിലബസുകൾ, ഇന്ത്യൻ സിലബസുകൾ, ഓക്കെ. ഇന്ത്യൻ സിലബസുകളാണ് ഇത് പറയുന്നത്, ഓക്കെ. ഇന്ത്യൻ സിലബസ് ആണ് ഇത് ഇത്ര നമ്മൾ കവർ ചെയ്യുന്നത്, ഓക്കെ. പിന്നെ അതിന് ശേഷം ഇതാ യു എ സിലബസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇപ്പൊ നിങ്ങൾ കാണുന്നത് യു എ സിലബസ് ആണ്, ഓക്കെ. യു എ സിലബസിൽ യു എ ലേബർ ലോ എന്ന് പറയുന്നത് 74 ആർട്ടിക്കിൾസ് ആണുള്ളത്, ഓക്കെ. യു എ ഗവൺമെന്റ് തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള യു എ ഡോക്യുമെന്റ് ഉണ്ട്, യു എ ലേബർ ലോന്റെ ഡോക്യുമെന്റ്, അത് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരും. എപ്പോ ഈ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യും, അത് ഷെയർ ചെയ്ത് തരും. അതിൽ എങ്ങനെ കൊടുത്തിട്ടുണ്ടാവും, യു എയിൽ 74 ആർട്ടിക്കിൾസ് ഉണ്ട്. ഈ 74 ആർട്ടിക്കിൾസ് എങ്ങനെ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഇതിലൂടെ ട്രെയിൻ ചെയ്ത് പോകുന്നതാണ്, ഓക്കെ. അതിന്റെ മൊഹറ എന്ന് പറഞ്ഞാൽ മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ആൻഡ് എംപ്ലോയൈസേഷൻ, എംപ്ലോയിക്ക് അതിന് വർക്ക് പെർമിറ്റ് എടുക്കും, എങ്ങനെയാണ് എംപ്ലോയീസിന്റെ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുക, ഓക്കെ. എങ്ങനെയാണ് എംപ്ലോയിക്ക് എംപ്ലോയീസ് ID കാർഡ് ഉണ്ടാക്കുക, എങ്ങനെയാണ് എംപ്ലോയിയുടെ കോൺട്രാക്ട് ജനറേറ്റ് ചെയ്യുക, എത്ര മണിക്കൂർ എംപ്ലോയിനെ കൊണ്ട് യു എയിൽ വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും, എത്ര ഓവർ ടൈമിന്റെ റൂൾ എന്താണ് യു എയിൽ, ഓക്കെ. എംപ്ലോയ്മെന്റ് കോൺട്രാക്ട് എങ്ങനെയാണ് യു എയിൽ നമ്മൾ റൈസ് ചെയ്യുക, എത്ര ടൈപ്പ് ഓഫ് ലീവുകൾ ഉണ്ട്, മെറ്റേണിറ്റി ലീവ് എങ്ങനെയാണ് യു എയിൽ, പെറ്റേണിറ്റി ലീവ് എങ്ങനെയാണ് യു എയിൽ, ഇങ്ങനെ ഒരുപാട് ഡൗട്ട്സ് നമ്മൾ എന്ത് ചെയ്യും, ഇതിൽ ക്ലിയർ ചെയ്ത് പോകുന്നതാണ്, ഓക്കെ. പിന്നെ യു എയിലെ വേജ് പ്രൊട്ടക്ഷൻ സിസ്റ്റം, നമ്മൾ ഇന്ത്യയിലെ പോലെ ഡയറക്റ്റ് ആയിട്ട് എംപ്ലോയിക്ക് സാലറി കൊടുക്കാൻ യു എയിൽ പറ്റില്ല, ഓക്കെ. യു എയിൽ സാലറി കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഗവൺമെന്റ് മുഖാന്തരം തന്നെ കൊടുക്കണം, ഓക്കെ. ഗവൺമെന്റിന്റെ ഒരു WPS എന്ന് പറയുന്ന ഒരു ഇലക്ട്രോണിക് ട്രാൻസ്ഫർ സിസ്റ്റം ഉണ്ട്, അതിലൂടെയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടത്, ഓക്കെ. അപ്പൊ അങ്ങനെയാണ് യു എയിൽ സാലറി പ്രോസസ് ചെയ്യേണ്ടത്. പിന്നെ ഇതിന്റെ പെൻഷൻ സ്കീമുകൾ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത്, ഓക്കെ. യു എയിൽ പെൻഷൻ സ്കീം ഉണ്ട്, അത് എന്താണ്, റീജിയൻ വൈസ് ഡിഫറെന്റ് ആണ്, അതെങ്ങനെയാണ് നമ്മൾ പ്രോസസ് ചെയ്യുക. പിന്നെ യു എയിൽ ഗ്രാറ്റുവിറ്റി എങ്ങനെയാണ്, ഓക്കെ. യു എയിൽ ഗ്രാറ്റുവിറ്റി എങ്ങനെയാണ്, യു എയിൽ എങ്ങനെയാണ് ലോഫുൾ ആയിട്ട് ഒരാളെ ടെർമിനേറ്റ് ചെയ്യാൻ പറ്റുക, ഓക്കെ. അങ്ങനെ യു എയിൽ എങ്ങനെയാണ് റിസൈൻ ലെറ്റർ എങ്ങനെയാണ് വരേണ്ടത്, ഓഫർ ലെറ്റർ എങ്ങനെയാണ് വരുന്നത്, കോൺട്രാക്ട് എങ്ങനെയാണ് ജനറേറ്റ് ചെയ്യേണ്ടത്, ഇങ്ങനെ A to Z കാര്യങ്ങളാണ് ഈ ഒരു ട്രെയിനിങ്ങിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്ത് പോകുന്നത്. പിന്നെ യു എയുടെ പ്രാക്ടിക്കൽ സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ ഫസ്റ്റ്, ഓക്കെ. യു എയിൽ എങ്ങനെയാണ് WPS പ്രോസസ് ചെയ്യാനുള്ള പ്രാക്ടിക്കല്, ഓക്കെ. യു എയിൽ എങ്ങനെയാണ് WPS പ്രോസസ് ചെയ്യാനുള്ള പ്രാക്ടിക്കൽ എങ്ങനെയാണെന്നുള്ളത്, ഓക്കെ. അതുപോലെ എന്തുണ്ട്, പിന്നെ വേറെയും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് യു എയിൽ പ്രാക്ടിക്കലിൽ വേറെ വരുന്നതാണ്, ഫുൾ ആൻഡ് ഫൈനൽ സെറ്റിൽമെന്റ് എങ്ങനെയാണ്, പിന്നെ കുറച്ച് യു എയിൽ ലേബർ ലോ എങ്ങനെ ഫോളോ ചെയ്യണം എന്നുള്ളത്, പിന്നെ യു എയിൽ നമ്മൾ എന്ത് ചെയ്യും, റിയൽ ആയിട്ടുള്ള UAE കമ്പനിയുടെ ഡാറ്റ വെച്ചിട്ട് നമ്മൾ പേറോൾ പ്രോസസ് ചെയ്യും. യു എയിലെ റിയൽ കമ്പനിയുടെ ഡാറ്റ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, പേറോൾ പ്രോസസ് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരും, ഓക്കെ. കൃത്യമായിട്ട് യു എയിലെ പേറോൾ പ്രോസസ് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരും എങ്ങനെയാണ് യു എയിൽ പേറോൾ പ്രോസസ് ചെയ്യാന്നുള്ളതും. അപ്പൊ യു എയുടെ ലേബർ ലോ നിങ്ങൾ കവർ ചെയ്തു, യു എയിലെ പേറോൾ പ്രോസസ് ചെയ്തു. ഓക്കെ, ഇങ്ങനെ രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, അതിലൂടെ കംപ്ലീറ്റ് ചെയ്യാൻ കഴിയും. പിന്നെ നമ്മൾ പോകുന്നത് കംപ്ലീറ്റ് പ്രാക്ടിക്കൽ സെക്ഷനിലോട്ടാണ്. കംപ്ലീറ്റ് പ്രാക്ടിക്കൽ എന്ന് പറഞ്ഞാൽ എക്സൽ ആൻഡ് സോഹോ, ഈ രണ്ട് ടൂൾസ് യൂസ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് പ്രാക്ടിക്കൽ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഒന്നാമത് നമ്മൾ ഫസ്റ്റ് എക്സലിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും, ഓക്കെ. സാലറി സ്ട്രക്ചർ, അതായത് സാലറി ഷീറ്റ് ഉണ്ടാക്കാൻ പഠിപ്പിക്കും, ഓക്കെ. അതിൽ ഓരോന്നിനും കാൽക്കുലേഷൻസ് എങ്ങനെയാണ് വരുന്നത്, അറ്റൻഡൻസ് മാർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്, അതുപോലെ രജിസ്റ്റർ, ഓക്കെ. ഈ പേറോൾ രജിസ്റ്ററിൽ എംപ്ലോയീസിന്റെ ഡാറ്റ എങ്ങനെ കൊടുക്കും, അതിന് ഓരോ കാൽക്കുലേഷൻ ഫോർമുല ഉണ്ട്, PF എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും, ESI എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും, ആ ഷീറ്റ് എങ്ങനെ ജനറേറ്റ് ചെയ്യും, ഓക്കെ. ഇങ്ങനെ എല്ലാ കാര്യങ്ങളും TDS എങ്ങനെയാണ്, LWF എങ്ങനെയാണ്, EPF എങ്ങനെയാണ്, ESI എങ്ങനെയാണ്, ഇതൊക്കെ ഡാറ്റ എങ്ങനെയാണ് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുക, ഓക്കെ. പിന്നെ അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും, പേറോൾ രജിസ്റ്റർ അഥവാ എന്ത് ചെയ്യും, സാലറി സ്ലിപ്പ് ജനറേറ്റ് ചെയ്യാനുണ്ടോ, ഓക്കെ. നമ്മൾ പറഞ്ഞു 1000 എംപ്ലോയീസ് ഉണ്ടെന്നുണ്ടെങ്കിലും 10,000 എംപ്ലോയീസ് ഉണ്ടെന്നുണ്ടെങ്കിലും ഇവർക്കൊക്കെ ഒറ്റ ക്ലിക്കിൽ എങ്ങനെയാണ് നമ്മൾ സാലറി സ്ലിപ്പ് ജനറേറ്റ് ചെയ്യുക. നമ്മൾ 3 ടെക്നിക്സ് ആണ് ഇതിൽ പഠിപ്പിക്കാൻ പോകുന്നത്. നിങ്ങളെ 3 ടെക്നിക്സ് ആണ് ഈ ഒരു എക്സലിലൂടെ നമ്മൾ പഠിപ്പിക്കാൻ പോകുന്നത്. ഒന്നാമത്തെ മെയിൽ മെർജിങ് എന്ന് പറഞ്ഞ ടെക്നിക്ക് ഉണ്ട്. അതിനുശേഷം നമുക്ക് എന്ത് വരുന്നുണ്ട്, വി ലുക്കപ്പ് എന്ന് പറയുന്ന ഒരു ടെക്നിക്ക് യൂസ് ചെയ്തിട്ടുള്ളതുണ്ട്. പിന്നെ വരുന്നതാണ് നമുക്ക് എന്ത് വരുന്നത്, VBA, വിഷ്വൽ ബേസിക് ഓട്ടോമേഷൻ എന്ന് പറയുന്ന ഒരു ഓട്ടോമേഷൻ ടെക്നിക്ക് ഉണ്ട്. എക്സലിനെ ഓട്ടോമേഷൻ ചെയ്യുന്ന ഒരു ടെക്നിക്ക്. ഈ 3 ടെക്നിക്കിലൂടെ കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഈ ഒരു 1000 അല്ല 10,000 എംപ്ലോയീസ് വന്നാലും അവരുടെ സാലറി പ്രോസസ് ചെയ്യാൻ നിങ്ങൾക്ക് കഴിയും, ഓക്കെ. കൃത്യമായിട്ട് അവരുടെ മെയിൽ ID നിങ്ങൾക്ക് ഈ സാലറി എന്ത് ചെയ്യണം, അയച്ചു കൊടുക്കുക, സാലറി സ്ലിപ്പ് അയച്ചു കൊടുക്കാൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും, ഓക്കെ. അപ്പൊ ഈ 3 ടെക്നിക്സ് ഞങ്ങൾ ഇതിൽ കവർ ചെയ്ത് പോകുന്നുണ്ട്, ഓക്കെ. അത് മെയിൽ മെർജിങ് കവർ ചെയ്യുന്നുണ്ട്,
പിന്നെന്ത് കവർ ചെയ്യുന്നുണ്ട്? എക്സെൽ കവർ ചെയ്യുന്നുണ്ട്. ഓക്കെ, മെയിൽ മർജിംഗിൽ എക്സെൽ കവർ ചെയ്യുന്നുണ്ട്. എക്സെല്ലിൽ എന്തൊക്കെയുണ്ട്? VBA ഉണ്ട്, വി ലുക്കപ്പ് ഉണ്ട്, പിന്നെ സോഹോ പേറോൾ ആണ് അടുത്ത് പറയുന്നത്. സോഹോ പേറോൾ എന്ന് പറഞ്ഞാൽ ഒരു സോഫ്റ്റ്വെയർ നിങ്ങൾ നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കണം. ഇപ്പൊ നിങ്ങളുടെ കമ്പനിയിൽ ഇതേ സോഫ്റ്റ്വെയർ തന്നെ യൂസ് ചെയ്യണമെന്നില്ല, ഡിഫറെന്റ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ഉണ്ടാവും. പക്ഷെ എന്തുകൊണ്ട് സോഹോ പഠിപ്പിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ സോഹോ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ നിർമ്മിത സോഫ്റ്റ്വെയർ ആണ്. ഓക്കെ, ഇന്ത്യയിൽ ഉണ്ടാക്കിയിട്ടുള്ള ബാക്കിയുള്ള ഒട്ടുമിക്ക സ്വന്തമായിട്ട് കമ്പനികൾ സ്വന്തമായിട്ട് ഇന്ന് പേറോൾ സോഫ്റ്റ്വെയർ ഉണ്ടാക്കുന്നുണ്ട്. ഈ കമ്പനികളൊക്കെ സോഫ്റ്റ്വെയർ ഉണ്ടാക്കുമ്പോൾ അവർ ഫസ്റ്റ് പഠിക്കാൻ യൂസ് ചെയ്യുന്നത് സോഹോ സോഫ്റ്റ്വെയർ ആണ്. ഈ സോഹോ പേറോൾ സോഫ്റ്റ്വെയർ കണ്ടിട്ട് അതിന്റെ അതേ ഇന്റർഫേസിലാണ് ഇന്ന് അധിക കമ്പനികളും അവരുടെ പേറോൾ സോഫ്റ്റ്വെയർ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ സോഹോ പഠിക്കുന്ന ഒരാൾക്ക് സോഹോ പഠിച്ചു കഴിഞ്ഞാൽ അതേ ഇന്റർഫേസ് ആണ് ഗ്രേറ്റ് എച്ച് ആറിലോ മറ്റേ ഏത് സോഫ്റ്റ്വെയർ, പാഗർ ബുക്ക് ആണെങ്കിലും ഏത് സോഫ്റ്റ്വെയർ യൂസ് ചെയ്താലും ഒക്കെ ഒരേ ഇന്റർഫേസ് ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇന്റർഫേസും അതുപോലെ ഈ ഒരു സോഫ്റ്റ്വെയർ നിങ്ങളുടെ കമ്പനിയിൽ എങ്ങനെയാണ് ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത്? ഓക്കെ, സോഫ്റ്റ്വെയർ അറിയാന്നുള്ളത് നിർബന്ധമായിട്ടുള്ള കേസാണെന്ന്. ഓക്കെ, സോഫ്റ്റ്വെയർ ആണ് ഇന്ന് ഓട്ടോമേഷനിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സോഹോ പേറോൾ എന്ന് പറഞ്ഞ ഒരു ഓട്ടോമേഷൻ സോഫ്റ്റ്വെയർ കൂടിയാണ്. ഈ പേറോളിനെ ഓട്ടോമേറ്റ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ കൂടിയാണ്. അപ്പൊ ഈ ഒരു സോഫ്റ്റ്വെയർ കൃത്യമായിട്ട് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരും. എങ്ങനെയാണ് എംപ്ലോയീസിനെ ആഡ് ചെയ്യുക, എങ്ങനെയാണ് അതിലോട്ട് എംപ്ലോയീസിനെ ഓൺബോർഡ് ചെയ്യുക, അതുപോലെ എംപ്ലോയീസിനെ എങ്ങനെയാണ് നമ്മൾ പേറോൾ ജനറേറ്റ് ചെയ്യുക, എങ്ങനെയാണ് റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യുക, റീഇംബേഴ്സ്മെന്റ് അല്ലെ, റീഇംബേഴ്സ്മെന്റ് എങ്ങനെയാണ് ക്ലെയിം ചെയ്യുക, അതുപോലെ എങ്ങനെയാണ് സാലറി സ്ലിപ്പ് ഇവർക്ക് അയച്ചു കൊടുക്കാൻ പറ്റുക, അതുപോലെ ഈ ഒരു സോഹോ പേറോൾ ആപ്പ് എങ്ങനെയാണ് എംപ്ലോയീസ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, ഇങ്ങനെ ഒരു പേറോൾ സോഫ്റ്റ്വെയർ എങ്ങനെയാണ് ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത്, സോഫ്റ്റ്വെയർ ഇല്ലാത്ത ഒരു കമ്പനിയിൽ എങ്ങനെ ഒരു സോഫ്റ്റ്വെയർ ഇംപ്ലിമെന്റ് ചെയ്തിട്ട് അത് റണ്ണിങ് കണ്ടീഷനിലോട്ട് എത്തിക്കും എന്നുള്ളത് മൊത്തമായിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇതിൽ ട്രെയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിനുശേഷം EPFO പോർട്ടലിൽ പോയിട്ട് ഫയൽ ചെയ്യുന്നത്. ഓക്കെ, EPFO എന്ന് പറഞ്ഞാൽ ഗവൺമെന്റിന്റെ പോർട്ടൽ ഉണ്ട്. ഓക്കെ, എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷന്റെ പോർട്ടലിൽ കയറിയിട്ട് ഒരു എംപ്ലോയിനെ എങ്ങനെ ആഡ് ചെയ്യും, PF ഇല്ലാത്ത ഒരു എംപ്ലോയിനെ PF-ലോട്ട് ആഡ് ചെയ്യുന്നത് എങ്ങനെയാണ്. ഓക്കെ, അത് ഗവൺമെന്റ് പോർട്ടലിൽ നമ്മൾ എന്തെങ്കിലും ട്രെയിൻ ചെയ്ത് കാണിച്ചു തരും. ഓക്കെ, പിന്നെ ഒരു എംപ്ലോയിനെ എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യുന്നത് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കും. അതിനുശേഷം ഓരോ മാസവും നമ്മൾ എന്ത് ചെയ്യണം, EPF റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്ത് പേയ്മെന്റ് കൊടുക്കണം. നമ്മൾ എംപ്ലോയീസിന്റെ സാലറിയിൽ നിന്ന് കട്ട് ചെയ്ത എമൗണ്ട് അവിടെ കൊണ്ടുപോയി കൊടുക്കണം. ഇത് എങ്ങനെ കൊടുക്കും എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യും, വ്യക്തമായിട്ട് മനസ്സിലാക്കി തരും. ഓക്കെ, അപ്പൊ ഇതൊക്കെ നമ്മൾ എന്ത് ഇതിൽ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ESI ആണ് അടുത്ത് പറയുന്നത്. ESIന്റെ പോർട്ടലിൽ കയറിയിട്ട് എങ്ങനെ ഇത് രജിസ്റ്റർ ചെയ്യുന്നുള്ളത്. ഓക്കെ, ESIന്റെ പോർട്ടൽ എങ്ങനെയാണ് ഒരു ഇൻഷുർഡ് പേഴ്സണെ രജിസ്റ്റർ ചെയ്യുക, അതിന് പേയ്മെന്റ് എങ്ങനെ കൊടുക്കും, ഇങ്ങനെ എല്ലാ കേസുകളും ഇതിലൂടെ ട്രെയിൻ ചെയ്ത് കൊടുക്കും. അങ്ങനെ ഇത് കംപ്ലീറ്റ്ലി നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് രണ്ട് രാജ്യത്തെ പേറോൾ പ്രൊഫഷണൽ ആയിട്ട് ഇരിക്കാൻ പറ്റും. അതുപോലെ HR തന്നെ ഹൈ ഏണിംഗ് പ്രൊഫഷണൽ ആയിട്ട് നിങ്ങൾക്ക് മാറാൻ കഴിയുന്നതാണ്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് നമ്മൾ പ്രാക്ടിക്കൽ കൊടുക്കുന്നത്. ഓക്കെ, എക്സെല്ലിൽ കൊടുക്കുന്നുണ്ട്. എക്സെല്ലിൽ മെയിൽ മെർജിങ്, അതുപോലെ എന്തുണ്ട്, വി ലുക്കപ്പ്, VBA, ഈ 3 മെത്തേഡ് പഠിപ്പിക്കുന്നുണ്ട്. എക്സെല്ലിൽ നമുക്ക് എന്തുണ്ട്, കൃത്യമായിട്ടുള്ള ട്രെയിനിങ് പ്രാക്ടിക്കൽ ആയിട്ട് നിങ്ങളെ കൂടി എക്സെല്ലിൽ ചെയ്യിപ്പിച്ച് നമ്മൾ കാണിച്ചു തരും. ഓക്കെ, നിങ്ങൾക്ക് വർക്ക്ഷീറ്റ് അയച്ചു തരും. അതിൽ നിങ്ങൾ കൃത്യമായിട്ട് പേറോൾ ചെയ്ത് നിങ്ങൾക്ക് ഞങ്ങൾ അയച്ചു തരുന്ന ഞങ്ങളുടെ മിസ്റ്റേക്ക് നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് തരും. നിങ്ങൾക്കൊന്ന് പ്രാക്ടിക്കലി ചെയ്യിപ്പിച്ച് തരും. ഇത് റിയൽ കമ്പനിയുടെ കേസ് സ്റ്റഡി എടുത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇത് പഠിപ്പിച്ചു കൊടുക്കുന്നത്. പിന്നെ ഒരു സോഫ്റ്റ്വെയർ, ഏതൊരാളും ഏതൊരു അക്കാദമി നിങ്ങൾക്ക് സോഫ്റ്റ്വെയർ പഠിപ്പിച്ചു കൊടുക്കുന്നില്ല. ഈ ഒരു എമൗണ്ടിന് നിങ്ങൾക്ക് ഒരു അക്കാദമി എന്ത് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ടാവില്ല, സോഫ്റ്റ്വെയർ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ടാവില്ല. ഈ സോഫ്റ്റ്വെയർ നമ്മൾ കൃത്യമായിട്ട് പഠിപ്പിച്ചു തരും. എല്ലാവരും പറഞ്ഞതാണ് ഈ സോഫ്റ്റ്വെയർ ഇപ്പൊ പഠിച്ചിട്ട് കാര്യമില്ലല്ലോ, സോഫ്റ്റ്വെയർ എല്ലാ കമ്പനിയും ഡിഫറന്റ് അല്ലേ. പക്ഷെ ഒരു സോഫ്റ്റ്വെയർ എങ്കിലും നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം എന്നുള്ളത് മസ്റ്റ് ആണ്. ഓക്കെ, എല്ലാ കമ്പനിയും സോഫ്റ്റ്വെയർ ഡിഫറന്റ് ആണ്. പക്ഷെ എന്ത് ചെയ്യണം, ഒരു സോഫ്റ്റ്വെയർ എങ്കിലും അറിയണ്ടേ. ഒരു HR ആയിരിക്കുമ്പോൾ ഒരു പേറോൾ സോഫ്റ്റ്വെയർ എങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ അറിയണ്ടേ. ഓക്കെ, സോഫ്റ്റ്വെയർ എല്ലാ കമ്പനിയും ഡിഫറെന്റ് ആണെന്ന് അറിയാം. പക്ഷെ ഒരു സോഫ്റ്റ്വെയർ എങ്കിലും ചെയ്യാൻ അറിയണ്ടേ. ആ ഒരു സോഫ്റ്റ്വെയർ നിങ്ങൾ ചെയ്യാൻ പഠിപ്പിച്ചു തരും ഞാൻ. കൃത്യമായിട്ട് അത് എങ്ങനെയാണ് പ്രോസസ് ചെയ്യേണ്ടത് പഠിപ്പിച്ചു തരും. അതിനെങ്ങനെ റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യും, എങ്ങനെ ഓവർ ടൈം കാൽക്കുലേറ്റ് ചെയ്യും, എങ്ങനെ റീഇംബേഴ്സ്മെന്റ് ക്ലെയിം ചെയ്യിപ്പിക്കും, എങ്ങനെ അപ്രൂവൽ കൊടുക്കും, എങ്ങനെ എംപ്ലോയിനെ ആഡ് ചെയ്യും. ഓക്കെ, എങ്ങനെ നിങ്ങളെ കമ്പനി പോളിസിയിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കും, എപ്പോഴാണ് ടൈമിംഗ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്, അങ്ങനെ കൃത്യമായിട്ട് ഞാൻ അത് അതിൽ ക്ലിയർ ചെയ്ത് മനസ്സിലാക്കി കൊടുക്കും. ഇത് ഓട്ടോമേറ്റ് ചെയ്യാൻ, ഓക്കെ, ഓരോ മാസത്തിൽ നമ്മളിങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് ചെയ്യാനുള്ള ഒരു പ്രക്രിയ ഉണ്ട്. അതിന്റെ ടെക്നിക്ക് വരെ നമ്മൾ എന്ത് ചെയ്യും, കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ നമ്മുടെ ഈ ഒരു കോഴ്സിന്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. നമ്മൾ മൺഡേ ടു ഫ്രൈഡേ വരെ ലൈവ് ക്ലാസ് ആണ് എടുക്കുന്നത്. ഓക്കെ, മൺഡേ ടു ഫ്രൈഡേ ലൈവ് ക്ലാസ് ആണ് എടുക്കുന്നത്. ഓക്കെ, സാറ്റർഡേ നമ്മൾ എന്തുണ്ട്, 1-on-1 ആയിട്ട് ലൈവിൽ തന്നെ ഡൗട്ട് ക്ലിയർ ചെയ്ത് കൊടുക്കും. ഓരോരുത്തർക്കുമുള്ള ഡൗട്ട് കൃത്യമായിട്ട് ക്ലിയർ ചെയ്ത് കൊടുക്കും. കാരണം ഇത് കൃത്യമായിട്ട് ചെയ്യാൻ അറിയുന്ന ഒരാളാണ് ആക്കിയിട്ട് നിങ്ങൾ ഇവിടുന്ന് പുറത്തിറക്കുള്ളൂ. അപ്പൊ കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യും, ഡൗട്ട് ക്ലിയർ ചെയ്ത് നിങ്ങൾ എല്ലാ ഡൗട്ടും ക്ലിയർ ചെയ്ത് നിങ്ങളുടെ എന്തുണ്ടാവും, നിങ്ങൾക്ക് തരുന്ന വർക്ക് നമ്മൾ എന്തെങ്കിലും ചെക്ക് ചെയ്തിട്ട് ഡൗട്ടുകൾ മിസ്റ്റേക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യും, സാറ്റർഡേ ഇരുന്നിട്ട് ക്ലിയർ ചെയ്യും. 1-on-1 ഡൗട്ട് ക്ലിയറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം എല്ലാവർക്കും പല പല സമയത്തായിരിക്കും ഡൗട്ട് ക്ലിയർ ചെയ്യേണ്ടി വരും. അപ്പൊ ആ സമയത്തിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും, ഈ സാറ്റർഡേ ഡൗട്ട് ക്ലിയറിംഗിന് വേണ്ടി ഇരുന്ന് തരും. ഓക്കെ, അപ്പൊ നിങ്ങളും മെന്ററും മാത്രമായിട്ട് ഉണ്ടാവുക, വേറെ ആരും ഉണ്ടാവില്ല. നിങ്ങൾക്ക് വേണ്ടി സെപ്പറേറ്റ് ആയിട്ട് ഇരുന്ന് നിങ്ങളെ ഡൗട്ട് ക്ലിയർ ചെയ്തിട്ടാണ് നിങ്ങളെ എന്ത് ചെയ്യുക, ഒരു പേറോൾ പ്രൊഫഷണൽ ആയിട്ട് മാറ്റുക. ഓക്കെ, ക്ലാസ് ടൈം വരുന്നത് 7 മണി മുതൽ 8:30 വരെയാണ്. ഓക്കെ,
1.5 മണിക്കൂറാണ് ക്ലാസ് ഉണ്ടാവുക. 1.5 മണിക്കൂർ ട്രെയിൻ ചെയ്താലേ നമുക്ക് ഒരു മാസം കൊണ്ട് തീർക്കാൻ കഴിയുള്ളൂ. ഓക്കെ. പിന്നെ പ്ലാറ്റ്ഫോം നമ്മൾ സൂമിൽ തന്നെ, ഇതുപോലെ സൂമിലാണ് നമ്മൾ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുക. ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്തിട്ട് ഞാൻ അതിന്റെ വർക്കൗട്ട് ചെയ്ത് കാണിച്ചു തന്ന് നിങ്ങൾക്ക് അതിന്റെ വർക്ക്ഷീറ്റ് അയച്ചത് നിന്റെ കൂടെ തന്നെ നിങ്ങളെ കൊണ്ടും ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുക. പിന്നെ ഇതിന്റെ ഒക്കെ റെക്കോർഡഡ് ക്ലാസ് നിങ്ങൾക്ക് ലൈഫ് ടൈം ആക്സസ് ആയിട്ട് ഞങ്ങൾ അയച്ചു തരും. ഓക്കെ. അതായത് എല്ലാവർക്കും കൃത്യമായിട്ട് ആ സമയത്ത് തന്നെ കയറാൻ കഴിഞ്ഞോളുന്നില്ല. ഇപ്പൊ നമ്മുടെ ഇവിടെ ഈ ഒരു കോഴ്സ് പഠിക്കുന്ന ഇൻഫോ പാർക്കിൽ നിന്ന് 3 HR മാരുണ്ട്. ഓക്കെ. അതുപോലെ ടെക്നോ പാർക്കിൽ നിന്ന് ഒരു HR ഉണ്ട്. അങ്ങനെ വേറെ പല പല കമ്പനികളിൽ നിന്ന് മലബാർ ഗോൾഡിൽ മറ്റിടത്തൊക്കെ വർക്ക് ചെയ്യുന്ന പല പല HR മാർ വർക്ക് ചെയ്യുന്ന നമ്മൾ കോഴ്സ് പഠിക്കുന്നുണ്ട്. അപ്പൊ ഇവർക്കും ചില സമയത്ത് കയറാൻ പറ്റാത്ത ആളുകളുണ്ട്. അപ്പൊ ഇവരൊക്കെ റെക്കോർഡ് സെക്ഷൻ കാണും. ഈ റെക്കോർഡ് സെക്ഷൻ കണ്ടതിന് ശേഷം ഇവരൊക്കെ സാറ്റർഡേ എന്ത് ചെയ്യും, ഡൗട്ട് ക്ലിയറിങ്ങിന് വേണ്ടിയിരിക്കും. ഈ ഡൗട്ട് ക്ലിയർ ചെയ്ത് അവർ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടാണ് ഇത് പഠിക്കുന്നത്. ഓക്കെ. പിന്നെ ഇതിന്റെ ഒക്കെ ഈ ക്ലാസ്സിന്റെ എല്ലാത്തിന്റെയും നോട്ട്സ്, അതുപോലെ ഗവൺമെന്റ് ഡോക്യുമെന്റ്സ് ഉണ്ട്. ഗവൺമെന്റ് ഇതിനു വേണ്ടി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഗവൺമെന്റിന്റെ എന്തുണ്ടാവും, ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഗവൺമെന്റ് നോട്ടീസ്, അതുപോലെ ഗവൺമെന്റ് ഡോക്യുമെന്റ്സ് ഉണ്ട്. ഇതും ഞങ്ങൾ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരും. UAEയുടേതും ഇന്ത്യൻ സിലബസിന്റെയും. ഓക്കെ. ഇന്ത്യൻ സിലബസിന്റെ നോട്ട്സും UAE സിലബസിന്റെ നോട്ട്സും നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരും. ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് ചെയ്യാം, ഈ നോട്ട്സ് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും റെഫർ ചെയ്യാം. ഓക്കെ. UAE ഗവൺമെന്റ് ഒഫീഷ്യലി ഇറക്കുന്നുള്ള അവരുടെ ലോസിന്റെ നോട്ട്സ്, അതുപോലെ എന്താണ് അവരുടെ പുതിയ അമാൻമെന്റുകൾ, ഇതൊക്കെ നിങ്ങൾക്ക് അയച്ചു തരും. പിന്നെ ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഉറപ്പാവണം നിങ്ങളിത് പ്രാക്ടിക്കലി കൃത്യമായിട്ട് ചെയ്യാൻ അറിയുന്ന ആളാണെന്ന് ഉറപ്പാവുമ്പോഴാണ് നമ്മൾ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുക. ഈ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്ന കാരണം എന്ന് വെച്ചാൽ നമ്മുടെ കോഴ്സിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടി ഒരാൾ ഇറങ്ങുമ്പോൾ അയാൾക്ക് അത് കൃത്യമായിട്ട് ചെയ്യാൻ അറിയാം. അല്ലാതെ വെറുതെ സർട്ടിഫിക്കറ്റ് കൊടുത്തു പോകുന്ന പരിപാടിയല്ല. കൃത്യമായിട്ട് അത് ചെയ്യാൻ അറിയുന്ന ആളുകൾക്ക് മാത്രമേ സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. അപ്പൊ കൃത്യമായിട്ട് നിങ്ങൾ ഇത് ക്ലാസ്സിൽ ഇരുന്നാൽ മതി, കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, ഈ ഒരു പേറോൾ ചെയ്യാനും കഴിയും. അങ്ങനെ ചെയ്യാൻ അറിയുന്നവർക്ക് നമ്മൾ എന്ത് ചെയ്യും, സർട്ടിഫിക്കറ്റ് കൊടുക്കും. കാരണം നമ്മുടെ സർട്ടിഫിക്കറ്റിന് ഒരു വാല്യൂ ഉണ്ട്. ഓക്കെ. നമ്മൾ ISO ആൻഡ് IAF സർട്ടിഫിക്കറ്റ് ആണ് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ. ISO ആൻഡ് IAF സർട്ടിഫിക്കേഷൻ ആണ് നമ്മൾ കൊടുക്കുന്ന സർട്ടിഫിക്കറ്റ് ആണ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. 2 സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്യും. എന്താണ് 2 സർട്ടിഫിക്കറ്റ്? ഒന്ന് നിങ്ങൾക്ക് ലിങ്ക്ഡിനിൽ പോസ്റ്റ് ചെയ്യാനുള്ളതാണ്. ഓക്കെ. നിങ്ങളുടെ ലിങ്ക്ഡിനിൽ പോസ്റ്റ് ചെയ്യാനുള്ള സർട്ടിഫിക്കറ്റും ഒന്ന് നിങ്ങൾക്ക് ഇന്റർവ്യൂ സെക്ഷനിൽ കാണിച്ചു കൊടുക്കാനുള്ള സർട്ടിഫിക്കറ്റും. ഇങ്ങനെ 2 സർട്ടിഫിക്കറ്റ്സ് ആണ് നിങ്ങൾക്ക് കിട്ടുക. ഓക്കെ. ഈ ഒരു ട്രെയിനിങ് പ്രാക്ടിക്കലി പൂർത്തിയാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുള്ള നിങ്ങളുടെ ഇത്ര ഹവേഴ്സ് ഞങ്ങളുടെ ട്രെയിനിങ്ങിൽ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് എന്തുണ്ട് പൂർത്തിയാക്കിയിട്ടുണ്ട്. പ്രാക്ടിക്കലി ഇയാൾ സോഹോ പേറോൾ അഥവാ എന്താണ് പേറോൾ ചെയ്യാൻ ഇയാൾ പ്രാക്ടിക്കലി ട്രെയിൻഡ് ആണെന്ന് പറഞ്ഞിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആണ് നമ്മൾ എന്ത് ചെയ്യുക, പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ. പിന്നെ ഈ കോഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ലേബർ ലോസ് ആണ് നമ്മൾ പഠിപ്പിക്കുന്നത്. ഈ ലേബർ ലോസ് ഇടയ്ക്ക് ചിലപ്പോൾ ചേഞ്ച് ചെയ്യാറുണ്ട്. ഈ ചേഞ്ച് ചെയ്യുന്ന ലേബർ ലോസ് നിങ്ങൾ ഈ കോഴ്സ് കഴിഞ്ഞ് പോയാലും ഞങ്ങൾ എന്ത് ചെയ്യും, അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ. അതായത് ഈ കോഴ്സ് കഴിഞ്ഞ് പോയാലും അടുത്ത ഒരു 5 വർഷത്തിനടുത്ത് നിങ്ങൾ എന്ത് ചെയ്യും, ഈ കോഴ്സിന്റെ അപ്ഡേഷൻസ് വന്നുകൊണ്ടിരിക്കും നിങ്ങൾ. ഓക്കെ. നിങ്ങൾ ഇതിലോട്ട് ജോയിൻ ചെയ്ത് അന്ന് മുതൽ അടുത്ത 5 വർഷത്തേക്കുള്ള ലോയിൽ എന്തൊക്കെ ചേഞ്ച് വരുന്നു അതൊക്കെ മാറ്റങ്ങൾ നിങ്ങൾക്കും എന്ത് ചെയ്യും, ഞങ്ങൾ ഫോളോ അപ്പ് ചെയ്ത് തന്നുകൊണ്ടിരിക്കും. ഓക്കെ. അതിന്റെയൊക്കെ ക്ലാസ് വീണ്ടും വീണ്ടും ഞങ്ങൾ എന്ത് ചെയ്യും, അയച്ചു തന്നുകൊണ്ടിരിക്കും പുതിയ മാറ്റങ്ങളൊക്കെ വരുമ്പോൾ. ഓക്കെ. പിന്നെ ഇതിന്റെ പ്ലേസ്മെന്റ് ഗ്രൂപ്പിലോട്ട് നിങ്ങളെ ആഡ് ചെയ്യുന്നതാണ്. പ്ലേസ്മെന്റ് ഓക്കെ, ഇത്രയും ചെറിയൊരു ഫീസിൽ നിങ്ങൾ പഠിക്കുമ്പോൾ പ്ലേസ്മെന്റ് സപ്പോർട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് പ്ലേസ്മെന്റ് സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്? പ്ലേസ്മെന്റ് ഗ്രൂപ്പ് ഉണ്ട്, ഞങ്ങളുടെ ഒഫീഷ്യൽ പ്ലേസ്മെന്റ് ഗ്രൂപ്പിലോട്ട് നിങ്ങൾ ആഡ് ചെയ്യും. ഒഫീഷ്യൽ പ്ലേസ്മെന്റ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊച്ചി, അതുപോലെ കാലിക്കറ്റ്, അതുപോലെ ട്രിവാൻഡ്രം, മെയിൻലി പിന്നെ ബാംഗ്ലൂർ, ഈ ഒരു ഏരിയകളിലെ ജോബുകൾ ഓക്കെ ഞങ്ങളെ ഇതിൽ ഗ്രൂപ്പിൽ റിപ്പോർട്ട് ചെയ്ത് കൊടുക്കും. HR അഥവാ പേറോൾ പ്രൊഫഷണൽ ജോബുകളാണ് റിപ്പോർട്ട് ചെയ്യുക. ഓക്കെ. അല്ലാതെ വേറെ ജോബുകളൊന്നും റിപ്പോർട്ട് ചെയ്യില്ല. HR ആൻഡ് പേറോൾ ജോബുകൾ മാത്രമാണ് റിപ്പോർട്ട് ചെയ്യുക. ഓക്കെ. അപ്പൊ ഈ ഒരു ജോബുകൾ നമ്മൾ എന്ത് ചെയ്യും, ആ ഗ്രൂപ്പിൽ റിപ്പോർട്ട് ചെയ്ത് തരും. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് തന്നെ ഇതിൽ അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾ ഫസ്റ്റ് മനസ്സിലാക്കേണ്ടത് ഫിറ്റ് മൈ ജോബ് എന്ന് പറഞ്ഞ ഒരു കൺസൾട്ടൻസി ആണ്. ഓക്കെ. ഞങ്ങളുടെ അക്കാദമി റൺ ചെയ്യുന്നുണ്ട്. അതിന് മുമ്പ് ഞങ്ങൾ റൺ ചെയ്യുന്നത് കൺസൾട്ടൻസി ആണ്. നിങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ പോയിട്ട് ഫിറ്റ് മൈ ജോബ് എന്ന് അടിച്ചു നോക്കി കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഞങ്ങളുടെ എന്ത് കിട്ടും, ഞങ്ങളുടെ ഒഫീഷ്യൽ കൺസൾട്ടൻസി പേജ് കിട്ടും. ഞങ്ങൾ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് UAE ഹയറിംഗ് ഒക്കെയാണ്. ഓക്കെ. UAE ആളുകളെ ഹയർ ചെയ്ത് കൊടുക്കുക, അതിന്റെ പെർസെന്റേജ് ഓഫ് കമ്മീഷൻസ് ഇങ്ങനത്തെയൊക്കെയാണ് നമ്മൾ മെയിൻ ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ ഇതിന്റെയൊക്കെ ഒരു ഗ്രൂപ്പ് ഉണ്ട് കൺസൾട്ടൻസി. ഞങ്ങൾക്ക് ഫസ്റ്റ് ജോബ്, നമ്മൾ കൺസൾട്ടൻസിക്ക് വരുന്ന ഫസ്റ്റ് ജോബ് നിങ്ങളുടെ ഈ ഗ്രൂപ്പിലോട്ട് നമ്മൾ ഫോർവേഡ് ചെയ്ത് തരും. അപ്പൊ നിങ്ങൾക്ക് ഇത് ഫസ്റ്റ് അപ്ലൈ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതിനുശേഷമാണ് കരിയർ വെബ്സൈറ്റിൽ പോലും കമ്പനീസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ ഞങ്ങൾക്ക് നിങ്ങൾക്ക് പെട്ടെന്ന് എന്ത് ചെയ്യും, ഈ ഒരു വാക്കൻസീസ് ഒക്കെ നിങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്ത് അറിയാനും കഴിയും. പിന്നെ ഇതിൽ മാറ്റങ്ങൾ വരുന്നത് ഞാൻ പറഞ്ഞല്ലോ, ഓൾറെഡി ഇതിൽ ചേഞ്ച് വരുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ അറിയിച്ചു തരികയും ചെയ്യും. അങ്ങനെ ഇതൊരു കംപ്ലീറ്റ് പാക്കേജ് ആണ്. 1 മന്ത് ആണ് ഈ ട്രെയിനിങ് വരുന്നത്. 1 മന്ത് കണ്ടിന്യൂസ് ആയിട്ട് ട്രെയിനിങ് ആയിരിക്കും ഉണ്ടാവുക. ഞാൻ പറഞ്ഞു മൺഡേ ടു ഫ്രൈഡേ വരെ ലൈവ് ക്ലാസ്സും സാറ്റർഡേ ഡൗട്ട് ക്ലിയറിംഗും ആണ് ഉണ്ടാവുക. അങ്ങനെ ഒരു മാസത്തെ ട്രെയിനിങ് ആണ്. ഈ ഒരു മാസം ട്രെയിനിങ് കഴിഞ്ഞാലാണ് നിങ്ങൾ എന്ത് ചെയ്യുള്ളൂ, പൂർണ്ണമായിട്ട് ഇതിന് എന്ത് ചെയ്യുക,
പ്രൊഫഷണൽ ആയിട്ട് പേറോൾ പ്രൊഫഷണൽ ബാഡ്ജ് നിങ്ങൾക്ക് കിട്ടുള്ളൂ. ആ ബാഡ്ജോട് കൂടി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും അടുത്ത കമ്പനിയിലോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് അടുത്തതിലോട്ട് ജോയിൻ ചെയ്യാനും അടുത്ത കമ്പനിയിലോട്ട് ബെറ്റർ ഓപ്ഷൻസിലോട്ട് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാനും അതുപോലെ UAE-ലോട്ടും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും ബെറ്റർ ഓപ്ഷൻസിലോട്ട് പെട്ടെന്ന് സ്വിച്ച് ചെയ്യാനും നിങ്ങൾക്ക് ചെയ്യും. ഈ ഒരു സർട്ടിഫിക്കേഷൻസും ഈ ഒരു കോഴ്സും നിങ്ങൾ അത്രമാത്രം ഹെൽപ്പ് ചെയ്യും. കാരണം പ്രാക്ടിക്കലി നിങ്ങൾ എന്താണ് ഒരു സോഫ്റ്റ്വെയറും പഠിച്ചിട്ടുണ്ട്, അതുപോലെ എക്സലിലും പ്രോസസ് ചെയ്യാൻ അറിയും. എത്ര വന്നാലും പേറോൾ വന്നാലും നിങ്ങൾ കൃത്യമായിട്ട് ഹാൻഡിൽ ചെയ്യാനും അറിയും. മാക്സിമം ഇറർ അഥവാ റെഡ്യൂസ് ചെയ്തിട്ട് കൃത്യമായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും ഈ പേറോൾ പ്രോസസ് ചെയ്യാൻ. അഥവാ പേറോളുമായിട്ടുള്ള HR നിർബന്ധമായിട്ട് മനസ്സിലാക്കേണ്ട എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാക്കി തരും. പിന്നെ ഈ കോഴ്സ് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ തന്നെ നിങ്ങൾക്ക് എന്ത് തരുന്നുണ്ട്, ഇന്റർവ്യൂവിനോട് നിങ്ങളോട് ചോദിക്കാൻ പോകുന്ന പേറോളുമായിട്ടും HR-ഉമായിട്ടും ചോദിക്കാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു PDF അത് നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് ഞങ്ങൾ ഹാൻഡ് ഓവർ ചെയ്ത് തരും. ഓക്കെ, അതായത് സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് അത് അയച്ചു തരും. അതായത് ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് വരാൻ പോവുക, ഓക്കെ, എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും നിങ്ങൾക്ക്, എന്തൊക്കെ ചോദ്യങ്ങൾ നിങ്ങൾക്ക് നേരിടേണ്ടി വരും ഇന്റർവ്യൂവിൽ, അതൊക്കെ അല്ല ചോദ്യങ്ങൾ ഞങ്ങൾ അയച്ചു തരും. അപ്പൊ കൃത്യമായിട്ട് അത് പഠിച്ചു പോയാൽ തന്നെ കൃത്യമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇന്റർവ്യൂ ക്രാക്ക് ചെയ്യാൻ പറ്റും. പിന്നെ നിങ്ങളുടെ ഒരു ബെനിഫിറ്റ് എന്താണ്, ഒരു എന്താ പറയാ ഒരു മിടുക്കാണ് എങ്ങനെ നമ്മൾ ഇത് പഠിച്ച ട്രെയിനിങ് ചെയ്ത് നിങ്ങൾ അവിടെ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. ഉറപ്പാണ് നിങ്ങൾക്ക് എന്തായാലും എന്ത് ചെയ്യുന്നു ഈ പേറോൾ പ്രോസസ് ചെയ്യാൻ അറിയുന്നുള്ളതും ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ അറിയുന്നുള്ളതും ഈ സോഫ്റ്റ്വെയർ ഹാൻഡിൽ ചെയ്യാൻ അറിയുന്നുള്ളതും അതുപോലെ പുതിയ ഓട്ടോമേഷൻ സോഫ്റ്റ്വെയർ നിങ്ങൾക്ക് അറിയാമെന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും എന്തുണ്ടാവും, സാലറി അതിനനുസരിച്ചുള്ള ഇൻക്രിമെന്റ് കൃത്യമായിട്ട് നിങ്ങൾക്ക് കമ്പനി പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, അത് നിങ്ങളുടെ ഇന്റർവ്യൂവിന്റെ പെർഫോമൻസ് ആണ്. കൃത്യമായിട്ട് നിങ്ങൾ ഈ ട്രെയിനിങ് കഴിഞ്ഞെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഒരു സർട്ടിഫിക്കറ്റ് കാണിച്ചു കൊടുക്കുമ്പോൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ഇന്റർവ്യൂവിൽ കൃത്യമായിട്ട് അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ നിൽക്കണം. ഓക്കെ, പിന്നെ നിങ്ങൾ അടുത്ത് ചെയ്യേണ്ടത് ഇതിന്റെ ഒരു പ്രാക്ടിക്കൽ സെക്ഷൻ ഉണ്ട്. ഓക്കെ, ഇതൊരു പ്രാക്ടിക്കൽ സെക്ഷൻ ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഓക്കെ, പ്രാക്ടിക്കൽ ട്രെയിനിങ് ആണ്, ലൈവ് ക്ലാസ്സോട് കൂടിയാണ് പ്രാക്ടിക്കൽ ട്രെയിനിങ് ആണ്. ഈ കൃത്യമായിട്ട് ഒരു മാസം നിങ്ങൾ ഇതിന് ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളതാണ്. പൂർണ്ണമായിട്ട് ഒരു മാസം ഇൻവെസ്റ്റ് ചെയ്ത് കൃത്യമായിട്ട് പഠിച്ചു പോയാലാണ് ഇത് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ പേറോൾ പ്രൊഫഷണൽ എന്നുള്ളതാണ് ഒരു ബാഡ്ജ് ആണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത്. ഓക്കെ, പേറോൾ പ്രൊഫഷണൽ അതായത് HR തന്നെ പേറോൾ അറിയുന്ന HR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെപ്പറേറ്റ് ആയിട്ടൊരു ഇതാണ്. ഓക്കെ, റിക്രൂട്ട്മെന്റ് അറിയുന്ന HR-മാരുണ്ട്. അത് റിക്രൂട്ട്മെന്റ് നമുക്കറിയാം, ഇപ്പോൾ ഇന്ന് MBA പഠിക്കാത്ത ആളുകളും അതുപോലെ നോർമൽ ഡിഗ്രിയിലെ ആളുകളൊക്കെ റിക്രൂട്ട്മെന്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ പേറോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള നോളജ് വേണം, കൃത്യമായിട്ടുള്ള അതിന് ഐഡിയ വേണം. അപ്പൊ അത് നിങ്ങൾക്ക് അക്യൂർ ചെയ്യാനാണ് ഈ ഒരു വർക്ക്ഷോപ്പ് കണ്ടക്ട് ചെയ്യുന്നത്. ഇത് 1 മന്ത് ആണ് ഈ വർക്ക്ഷോപ്പ് എന്ന് ഞാൻ പറഞ്ഞു. ഓക്കെ, ഈ 1 മന്ത് വർക്ക്ഷോപ്പ് ആണ് നിങ്ങൾക്ക് കറക്റ്റ് ചെയ്ത് കിട്ടാൻ പോകുന്നത്. പിന്നെ കേരളത്തിൽ ഏറ്റവും വില കുറച്ച് കൃത്യമായിട്ട് നിങ്ങൾക്ക് ഇത് ചെയ്തു തരുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ ഞങ്ങൾക്ക് അത്രയും സ്റ്റുഡൻസ് ഉണ്ട്. നിങ്ങൾക്ക് അറിയാം ആ ഗ്രൂപ്പിൽ തന്നെ എത്ര ആളുകൾ ഉണ്ട് എന്നുള്ളത്. ഓക്കെ, ഓൾറെഡി ഞങ്ങൾക്ക് അത്രയും ഗ്രൂപ്പുകൾ നമ്മൾ വേറെയും ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഗ്രൂപ്പിലൊക്കെ ആയിട്ട് ഇത്രയും ഞങ്ങളിപ്പോൾ ഏകദേശം 500-ന് മുകളിൽ ആളുകളെ ട്രെയിൻ ചെയ്ത് പുറത്തോട്ട് ഇറക്കിയിട്ടുണ്ട്. അതിൽ പല ആളുകളൊന്ന് MNC-കളിലും അതുപോലെ UAE-യിലാണ്. അധികം ആളുകൾ UAE-യിലാണ് ബേസിൽ വർക്ക് ചെയ്യുന്നത്. അപ്പൊ അധികം ആളുകൾ അവിടെയാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നമ്മുടെ ഈ ഒരു സെക്ഷനിൽ പോലും ഒരുപാട് ആളുകൾ UAE-ന്നാണ് കയറിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇവരൊക്കെ എന്താ UAE-യിൽ നല്ല രീതിയിൽ പ്ലേസ്ഡ് ആയിട്ടുണ്ട്. കൃത്യമായിട്ട് നിങ്ങൾ UAE ലേബർ ലോ അറിഞ്ഞാലാണ് UAE-യിൽ നിങ്ങൾക്ക് ജോലി കിട്ടുകയുള്ളൂ. പ്രത്യേകിച്ച് ഒരു HR. ഓക്കെ, നമ്മുടെ രാജ്യത്തിന്റെ ഒരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലാണെന്നുണ്ടെങ്കിൽ ഒരു മിസ്റ്റേക്ക് വരുത്തി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ടൈം എടുക്കും. അത് എന്താണ് ആ ഇറർ ഒന്ന് മിസ്റ്റേക്ക് ഒന്ന് റെഡിയാക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ, ഓക്കെ, നമ്മൾ ഗവൺമെന്റ് വെബ്സൈറ്റിലോ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വരുത്തി കഴിഞ്ഞാൽ അത് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ച് ടൈം എടുക്കുന്നില്ല മാത്രമേ ഉള്ളൂ, നമുക്ക് ഫൈൻ ഒന്നുമില്ല. പക്ഷേ UAE-യുടെ കേസിൽ അങ്ങനെയല്ല. UAE-യിൽ എന്തെങ്കിലും സോഫ്റ്റ്വെയറിലോ അല്ലെങ്കിൽ ഗവൺമെന്റിലോ നിങ്ങൾ എന്തെങ്കിലും മിസ്റ്റേക്ക് വരുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ഹ്യൂജ് ഫൈൻ കിട്ടും. പക്ഷെ അപ്പൊ തന്നെ ക്ലിയർ ചെയ്ത് തരും. നിങ്ങളുടെ ആ ഒരു പ്രവൃത്തി അപ്പൊ തന്നെ ക്ലിയർ ചെയ്ത് തരും. പക്ഷെ നല്ല ഫൈൻ കമ്പനിക്ക് കിട്ടും. അപ്പൊ കൃത്യമായിട്ട് ഈ പേറോളോ അഥവാ കൃത്യമായിട്ട് ഈ ലേബർ ലോ ചെയ്യാൻ അറിയാത്ത ഒരാൾ UAE-യിൽ പോയിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവരെന്തായാലും കമ്പനിക്ക് ഫൈൻ വാങ്ങി കൊടുക്കും. അപ്പൊ കൃത്യമായിട്ട് നിങ്ങൾ ഇത് മനസ്സിലാക്കണം. ഇതെങ്ങനെയാണ് അവിടുത്തെ ലേബർ ലോ എന്താണെന്ന് മനസ്സിലാക്കണം. അവിടെ എങ്ങനെയാണ് പ്രൊബേഷൻ പീരീഡ്, എങ്ങനെയാണ് നോട്ടീസ് പീരീഡ്, എങ്ങനെയാണ് എംപ്ലോയ്മെന്റ് കോൺട്രാക്ട് ജനറേറ്റ് ചെയ്യുക, എങ്ങനെയാണ് എംപ്ലോയ്മെന്റ് കോൺട്രാക്റ്റിൽ എംപ്ലോയീസിനെ കൊണ്ട് സൈൻ ചെയ്യിപ്പിക്കുന്നത്, എങ്ങനെയാണ് എംപ്ലോയിക്ക് മൊഹറ ID കാർഡ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണം, എംറൈറ്റ്സ് ID എങ്ങനെ ഉണ്ടാക്കും. ഓക്കെ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവിടെ ഫോളോ ചെയ്യാനുണ്ട്. ഓക്കെ, ഗ്രാറ്റുവിറ്റി എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, എത്ര ലീവ് കൊടുക്കണം എംപ്ലോയിക്ക്. ഓക്കെ, അതുപോലെ എന്താണ് ഒരുപാട് കേസുകൾ UAE-യിൽ വരുന്നുണ്ട്. UAE-യുടെ ഈ ലേബർ ലോ എന്ന് പറഞ്ഞാൽ 74 ആർട്ടിക്കിൾ പഠിക്കാനുണ്ട്. ഈ 74 ആർട്ടിക്കിൾ നമ്മൾ ഇതിൽ കവർ ചെയ്ത് പോകുന്നുണ്ട്. ഈ 74 ആർട്ടിക്കിൾ കൃത്യമായിട്ട് പഠിച്ചാലാണ് പേറോൾ കൃത്യമായിട്ട് ചെയ്യാൻ അറിയുള്ളൂ. അതുപോലെ ഒരു HR ആയിട്ട് നിങ്ങൾ അവിടെ ഇരിക്കാൻ കഴിയുള്ളൂ. മനസ്സിലായോ? അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇതിലൂടെ ഈ ഒരു കോഴ്സിൽ ഇത്രയും ഒരു 1 മന്തിന്റെ ട്രെയിനിങ് പ്രാക്ടിക്കൽ വർക്ക്ഷോപ്പിൽ നിങ്ങൾ കണ്ടക്ട് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് അതിന്റെ ബെനിഫിറ്റ് ഉണ്ടാവും. ഓക്കെ, ഞാൻ പറയുന്നത് 2 രാജ്യത്തിൻ്റെതാണ് പഠിപ്പിക്കുന്നത്. 2 രാജ്യത്തിൻ്റെത്, അത് ഫസ്റ്റ് ഇന്ത്യന്റെ പഠിപ്പിക്കും, അതിനുശേഷം UAE പഠിപ്പിക്കും. ഇങ്ങനെ 2 രാജ്യത്തിന്റെ ഒരു പാക്കേജ് ആണ് നിങ്ങൾക്ക് തരാൻ പോകുന്നത്. പ്ലസ് സോഫ്റ്റ്വെയർ ഉണ്ട്, അതാണ് അടുത്ത കേസ്. സോഫ്റ്റ്വെയർ ഉണ്ട്. പിന്നെ ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്ന മാത്രം ഒരു കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിൽ ഇപ്പൊ ചെറിയൊരു കോഴ്സിന്റെ ചെറിയൊരു എമൗണ്ട് അടച്ചിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം.
ജോയിൻ ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ ക്ലാസ് ഓക്കെ അല്ല എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ 100% റീഫണ്ട് തരും. ഓക്കെ, നമ്മുടെ ഈ പ്രാക്ടിക്കൽ ട്രെയിനിങ് നിങ്ങൾക്ക് ഓക്കെ അല്ല എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ 100% റീഫണ്ട് ആയിരിക്കും. ഓക്കെ, കാരണം ഇത് എല്ലാവർക്കും കഴിയുന്നതല്ല. കൃത്യമായിട്ട് ഇതിന് എന്ത് ചെയ്യണം, കൃത്യമായിട്ട് നോളജോട് കൃത്യമായിട്ട് ഇതിന് ഇരുന്ന് കഴിഞ്ഞാലാണ് ഇത് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ കഴിയുന്നില്ല, നിങ്ങളെ കൊണ്ട് ഇത് കൃത്യമായിട്ട് നിങ്ങൾക്ക് ഇത് അക്യൂർ ചെയ്യാൻ കഴിയുന്നില്ല എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലീവ് ചെയ്യാം. ഓക്കെ, അത് നമ്മൾ എന്ത് ചെയ്യും, ആ റീഫണ്ട് ചെയ്തു തരും. പക്ഷേ നിങ്ങൾക്ക് അക്യൂർ ചെയ്ത് കൃത്യമായിട്ട് ഇത് മനസ്സിലാക്കിയിട്ട് കൃത്യമായിട്ട് അതിന്റെ ഡൗട്ട് ക്ലിയർ ചെയ്ത് നിങ്ങൾക്ക് പോകാൻ കഴിയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബെറ്റർ ആയിട്ടുള്ള ഒരു ഫ്യൂച്ചർ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട്. അത് ഇന്ത്യയിൽ മാത്രമല്ല, യുഎയിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. ഓക്കെ, നമ്മൾ പറഞ്ഞു മൺഡേ ടു ഫ്രൈഡേ ആണ് ക്ലാസ് വരുന്നത്. സാറ്റർഡേ 1-on-1 ഡൗട്ട് ക്ലിയറിംഗ് സെഷൻ ഇരുന്ന് തരുന്നുണ്ട്. പിന്നെ എന്താണ്, ക്ലാസ് ടൈം ഡെയിലി 1.5 hours ആണ് വരുന്നത്. സൂമിലാണ് ക്ലാസ് എടുക്കുക. ഇതിന്റെ റെക്കോർഡഡ് ക്ലാസ് നിങ്ങൾക്ക് കിട്ടും. ക്ലാസ് മിസ്സായി വെച്ച് പേടിക്കേണ്ട, റെക്കോർഡഡ് ക്ലാസ് കണ്ടാൽ മതി. പിന്നെ എന്താണ്, ലൈഫ് ടൈം ആക്സസ് ഉണ്ട്, പേടിക്കൊന്നും വേണ്ട. പിന്നെ എന്താണ്, പിന്നെ നോട്ട്സ്, എല്ലാ ക്ലാസ്സിന്റെയും നോട്ട്സ് ഞങ്ങൾ തന്നെ ഷെയർ ചെയ്യും. ഗവൺമെന്റ് ഡോക്യുമെന്റ്സ് ഞങ്ങൾ തന്നെ ഷെയർ ചെയ്ത് തരുന്നുണ്ട്. പിന്നെ 2 സർട്ടിഫിക്കറ്റ്സ് കിട്ടുന്നുണ്ട്. ഒന്ന് നിങ്ങൾക്ക് മാർക്കറ്റ് ചെയ്യാനായിട്ട് ലിങ്ക്ഡിൻ യൂസ് ചെയ്യാനും, ഒന്ന് നിങ്ങൾക്ക് ഇന്റർവ്യൂവിൽ കാണിച്ചു കൊടുക്കാനും. പിന്നെ പ്ലേസ്മെന്റ് ഗ്രൂപ്പിൽ നിങ്ങൾ ആഡ് ചെയ്ത് വരുന്നുണ്ട്. പിന്നെ അടുത്തതാണ് ഞങ്ങൾ പറഞ്ഞത്, ഇതിൽ എന്തൊക്കെ ചേഞ്ച് വരുന്നുണ്ടോ, അപ്ഡേഷൻസ് വരുന്നുണ്ടോ, അതൊക്കെ നിങ്ങൾ അറിയിക്കും. ഓക്കെ, ഇത്രയാണ് ഒരു കമ്പനിക്ക് മാക്സിമം ചെയ്തു തരാൻ കഴിയുന്നത്. ഓക്കെ, പ്രാക്ടിക്കൽ ട്രെയിനിങ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ എന്തുണ്ട്, ഇതിന്റെ തിയററ്റിക്കൽ ക്ലാസ് നമ്മൾ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പ്രാക്ടിക്കൽ ആയിട്ട് നമ്മൾ പറഞ്ഞു ഒരു എക്സൽ എങ്ങനെയാണ് ഓട്ടോമേറ്റ് ചെയ്യുന്നത്, എക്സലിൽ എങ്ങനെയാണ് ഓരോ ദിവസവും ക്ലാസ് എടുത്ത് എക്സലിൽ പ്രാക്ടിക്കൽ പറഞ്ഞു തരും. എക്സൽ എങ്ങനെയാണ് ഫോർമുല യൂസ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ടെക്നിക്സ് എക്സലിൽ, എങ്ങനെയാണ് സാലറി സ്ലിപ്പ് ജനറേറ്റ് ചെയ്യുക, എങ്ങനെയാണ് ഈ സാലറി സ്ലിപ്പ് നമ്മൾ ഒരുപാട് എംപ്ലോയീസിന് സാലറി സ്ലിപ്പ് എങ്ങനെയാണ് ഒറ്റ ക്ലിക്കിൽ ക്രിയേറ്റ് ചെയ്യാൻ കഴിയുക, അങ്ങനെ ഒരുപാട് ടെക്നിക്സ് ഉണ്ട്. ഇത് കൃത്യമായിട്ട് അറിയുന്ന ആളുകളാണ് അപ്സ്കിൽ ചെയ്തുകൊണ്ടിരിക്കണം. അപ്സ്കിൽ ചെയ്താലാണ് ഇന്നത്തെ കാലത്ത് നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. കാരണം പുതിയ കോഴ്സുകളും പുതിയ ട്രെൻഡുകളും പഠിച്ചിട്ട് ഒരുപാട് ആളുകൾ മാർക്കറ്റിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അപ്സ്കിൽ ചെയ്യാത്ത ആളുകൾ എന്ത് ചെയ്യും, ബാക്കോട്ട് പോകേണ്ടി വരും. ഇന്റർവ്യൂവിലൊന്നും നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റില്ല. പുതിയ ടെക്നോളജിയും പുതിയ കാര്യങ്ങൾ പഠിച്ച ആളുകളെയാണ് ഇന്ന് കമ്പനികൾക്ക് ആവശ്യമുള്ളത്. അപ്പൊ കാലത്തിനനുസരിച്ച് കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഓട്ടോമേഷനും സോഫ്റ്റ്വെയറുകളും ഈ പ്രാക്ടിക്കൽ ആയിട്ടുള്ള നോളജുകളും നിങ്ങൾ അക്വയർ ചെയ്തുകൊണ്ടേയിരിക്കണം. ഓക്കെ, തിയററ്റിക്കൽ നോളജ് നിങ്ങൾ MBA പഠിച്ചവർക്കും ഡിപ്ലോമ പഠിച്ചവർക്കും എന്തായാലും ഉണ്ടാവും. പക്ഷെ അതൊന്നും പ്രാക്ടിക്കലി എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യുമെന്ന് നിങ്ങൾക്ക് ആർക്കും അറിയില്ല. അതാണ് ഈ ഒരു ക്ലാസ്സിലൂടെ ഞാൻ കൃത്യമായിട്ട് മനസ്സിലാക്കി തരാൻ പോകുന്നത് നിങ്ങൾക്ക്. ഈ ഒരു ക്ലാസ്സിൽ, ഈ ഒരു വർക്ക്ഷോപ്പിൽ നിങ്ങൾ കണ്ടക്ട് ചെയ്ത് നിങ്ങൾ ഈ ഒരു ക്ലാസ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് പേറോൾ പ്രോസസ് ചെയ്യാൻ പറ്റും കമ്പനിയിൽ. കൃത്യമായിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് പേറോൾ പ്രോസസ് ചെയ്യേണ്ടതെന്നുള്ളത്, അതിന്റെ ലോസ് എങ്ങനെയാണ്, അതിന്റെ റെഗുലേഷൻസ് എങ്ങനെയാണ്, എന്തൊക്കെ ബെനിഫിറ്റുകൾ ഉണ്ട്, സോഷ്യൽ സെക്യൂരിറ്റി ബെനിഫിറ്റുകൾ എന്തൊക്കെ രാജ്യം കൊടുക്കുന്നുണ്ട്, ഇതിന്റെ ഡോക്യുമേഷൻസ് എങ്ങനെയാണ്, എന്തൊക്കെ രജിസ്റ്റർ നമ്മൾ കീപ്പ് ചെയ്യണം, ഇങ്ങനെ A to Z കാര്യങ്ങൾ നമ്മൾ ഇതിലൂടെ കടന്നു പോകുന്നുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇതുമായിട്ട് എന്തൊക്കെ ഡൗട്ടുകൾ ഉണ്ടോ അതൊക്കെ ഞാൻ ഇപ്പോൾ ക്ലിയർ ചെയ്ത് തരും. അതിനാണ് ഇനി നമുക്ക് സെക്ഷൻ ഉള്ളത്. ഇതുമായിട്ടുള്ള ഡൗട്ടുകളൊക്കെ ക്ലിയർ ചെയ്ത് തരും. ഓക്കെ, നിങ്ങളുടെ ഡൗട്ടുകളൊക്കെ ചോദിച്ചോളൂ, ഓരോരുത്തരായിട്ട് ചോദിച്ചോളൂ. നിങ്ങൾ എവിടെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് പറഞ്ഞോളൂ. അതുപോലെ നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഇപ്പോൾ പേറോൾ നിലവിൽ നിങ്ങൾക്ക് ഡൗട്ടുകൾ ഉള്ളത്. നമുക്കിതൊരു സെക്ഷൻ ആണ്. ഇതിൽ നിങ്ങൾക്ക് എന്താണ്, നിങ്ങൾക്ക് കിട്ടിയൊരു ബെനിഫിറ്റ് ആണ്. ഓക്കെ, കൃത്യമായിട്ട് നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഞാനൊരു സെക്ഷന് ക്ലയന്റിന് നമ്മൾ ചാർജ് ചെയ്യുന്നതൊക്കെ ഉണ്ട്. ഓക്കെ, അല്ലാതെ കണക്ട് ചെയ്യുമ്പോൾ ക്ലയന്റിന് നമ്മൾ ഓരോ മണിക്കൂർ വെച്ച് 500 രൂപ വെച്ച് ചാർജ് ചെയ്യും. നമ്മൾ ഇങ്ങനത്തെ ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടി മാത്രം തന്നെ കമ്പനീൻ്റെ അടുത്ത് നിന്ന്. ഓക്കെ, അപ്പൊ നിങ്ങൾക്കുള്ള ഡൗട്ടുകളൊക്കെ ചോദിച്ചോളൂ. പേറോൾ സംബന്ധിച്ച് നിങ്ങൾ ആരൊക്കെ പേറോൾ പ്രോസസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, എത്ര പേര് UAയിലോട്ട് നോക്കുന്നുണ്ട്, അതൊക്കെ ഒന്ന് നോക്കട്ടെ, ഞാൻ അറിയാനും വേണ്ടിയിട്ടാണ്. ഓക്കെ, ഞാൻ ഈ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും നിങ്ങൾക്ക് കൺഫ്യൂഷൻസ് ഉണ്ടോ, എന്തെങ്കിലും മനസ്സിലാവാത്ത കേസുകൾ ഉണ്ടോ? ഓക്കെ, നിങ്ങൾക്ക് ചാറ്റിൽ ഇട്ടാലും മതി, അല്ലാന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് മൈക്ക് ഓൺ ചെയ്തിട്ട് സംസാരിക്കുകയും ചെയ്യാം. ഓക്കെ, നമ്മുടെ ഈ കോഴ്സിന്റെ വേറെ എന്തെങ്കിലും കേസുകൾ നിങ്ങൾക്ക് അറിയാനുണ്ടോ? Sir, am I audible? യെസ്, യെസ്, യെസ്. സാർ എന്റെ പേര് കൃഷ്ണപ്രിയ, ഞാൻ തൃശ്ശൂരിൽ നിന്നാണ്. അപ്പൊ ഞാനിപ്പോ കറന്റ് ഒരു HR ട്രെയിനി ആയിട്ടാണ് ഞാൻ ചെയ്യുന്നത്, പക്ഷെ റിക്രൂട്ട്മെന്റ് മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഈ പേറോളിനെ കുറിച്ചിട്ട് അറിയാൻ എനിക്ക് ആഗ്രഹമുണ്ട്. കാരണം നമ്മൾ HR എക്സിക്യൂട്ടീവിലേക്ക് പോകുമ്പോൾ ഏറ്റവും വേണ്ടത് പേറോൾ ആണല്ലോ. അപ്പൊ ഓക്കെ, ബേസിക് ആയിട്ട് നമ്മൾ അതില്ലെങ്കിൽ എടുക്കില്ലല്ലോ നമ്മൾ HR എക്സിക്യൂട്ടീവ്. ബേസിക് യെസ്. ആയിട്ട് ഞാൻ അത് ലേൺ ചെയ്യാനാണ് ഞാൻ വർക്ക്ഷോപ്പ് കണ്ടപ്പോ ജോയിൻ ചെയ്തത്. സാർ എങ്ങനെ പേയ്മെന്റ് ഒക്കെ വരുന്നത്? ആ കോഴ്സിന്റെ ഫീസ് വരുന്നത് 6,999 ആണ്. ഓക്കെ, 1 മന്തിന്റെ ഓക്കെ. കോഴ്സ് ആണ് വരുന്നത്, 6,999 ആണ് വരുന്നത്. ഓക്കെ, ഇത് നിങ്ങൾ ഇപ്പോൾ ചെറിയൊരു എമൗണ്ട് അടച്ചിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. എന്നിട്ട് ക്ലാസ് കണ്ടിട്ട് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ബാക്കി പേയ്മെന്റ് അടച്ചാൽ മതി. ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ ആ ഫണ്ട് കൂടെ നമ്മൾ റീഫണ്ട് ചെയ്ത് തരും. ഓക്കെ, പിന്നെ ഈ 6,999 എന്ന് പറഞ്ഞാൽ നിങ്ങൾ വേറെ ഏതെങ്കിലും ഒരു അക്കാദമിക്കുമാടെ നിങ്ങളൊന്ന് വിളിച്ചു നോക്കൂ. ഓക്കെ, വേറെ ഒരു അക്കാദമിക്കുമാടെ നിങ്ങളിപ്പോൾ വേറെ ആഡ് കാണുന്നുണ്ടാവുമല്ലോ, വേറെ ഒരു അക്കാദമിക്കുമാടെ കണക്ട് ചെയ്ത് നോക്കൂ. ഇതിനേക്കാളും ഫീസ് അവർ പറയുന്നുണ്ട്. ഇതിനേക്കാളും കുറഞ്ഞ ഫീസാണ്, ഇത്രയും കാര്യങ്ങൾ ഇവർ കൊടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചൂസ് ചെയ്തോളൂ. ഓക്കെ, നിങ്ങൾ കൃത്യമായിട്ട് ഈ ഒരു ഫീസ് വെച്ച്, പിന്നെ നിങ്ങൾ ഈ ഫീസ് കൂടുതലാണ് ചോദിക്കേണ്ട, ഒരു കൂടുതലും ഇല്ല.
നിങ്ങൾ ഈ ഒരു കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങൾക്ക് പറയാൻ കഴിയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഫസ്റ്റ് മന്ത് സാലറി തന്നെ ഇതിനേക്കാളും വലിയ എമൗണ്ട് നിങ്ങൾക്ക് സാലറിയിൽ ഇൻക്രിമെന്റ് ചെയ്ത് കിട്ടും. സാർ ഈ സാർ ഇപ്പൊ നമുക്ക് യു എയിൽ വരുമ്പോ എങ്ങനെയാണ് സാലറി ഒക്കെ വരുന്നത് നമുക്ക് ഇതിലേക്ക്? നമുക്ക് 1 മന്ത് എക്സ്പീരിയൻസ് അല്ലേ നമുക്ക് ഇതിൽ ഉണ്ടാവുള്ളൂ. അപ്പൊ നമുക്ക് അവർ കഴിയുമ്പോൾ നമ്മൾ എടുക്കുവോ? കാരണം നല്ല എക്സ്പീരിയൻസ് വേണ്ടേ പേറോൾ ഒക്കെ ആവുമ്പോ? അപ്പൊ ഇല്ല ഇല്ല അങ്ങനെ ഒരു കൺസേൺ ഉണ്ട്. ഇല്ല ഇല്ല യു എയിലെ കേസ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ ഈസിയാണ്. ഓക്കെ, യു എയിലെ കേസ് ഇതിന് മുമ്പ് ഒരാൾ ചോദിച്ചാൽ യു എ പ്രാക്ടിക്കൽ സെക്ഷൻ ഉണ്ടോ? യു എയിൽ പ്രാക്ടിക്കൽ സെക്ഷൻ ഉണ്ട്. ഓഫ് കോഴ്സ് യു എ പ്രാക്ടിക്കൽ യു എത്തെ ഡാറ്റ യൂസ് ചെയ്തിട്ട് നമ്മൾ ചെയ്യും. ഓക്കെ, യു എത്തെ കമ്പനിയുടെ യഥാർത്ഥ ഡാറ്റ ഉപയോഗിച്ചിട്ട് നമ്മൾ പേറോൾ പ്രോസസ് ചെയ്ത് കാണിച്ചു തരും ഇയാൾക്ക്. ഓക്കെ, പിന്നെ യു എയിൽ എന്തുകൊണ്ട് എക്സ്പീരിയൻസ് ഉണ്ടോ എന്നല്ല ചോദിച്ചത്. ഓക്കെ, യു എ പേറോൾ ചെയ്യാൻ കുറച്ചും കൂടെ ഈസിയാണ്. ഇന്ത്യയിലാണ് ഇത്രയും കോംപ്ലിക്കേഷൻ ഉള്ള ലേബർ ലോ ഉള്ളത്. യു എയിൽ കുറച്ചും കൂടെ ഈസി ആയിട്ട് നമുക്ക് പേറോൾ പ്രോസസ് ചെയ്യാൻ കഴിയുന്നതാണ്. ഓക്കെ, അപ്പോൾ യു എയിൽ പ്രയോളർ പ്രോസസ് ചെയ്യാന്ന് പറയുമ്പോൾ നിങ്ങളിപ്പോൾ ഇയാൾക്ക് ഇപ്പോൾ സാലറി ആയിട്ട് 3000 ദിറംസ് ആണ് പറഞ്ഞിട്ടുള്ളത്. ഈ 3000 ദിറംസും ഇയാൾക്ക് കിട്ടും, കയ്യിൽ തന്നെ കിട്ടും. മനസ്സിലായി? അതാണ് യു എത്തെ ഒരു ഡിഫറൻറ്റ്. അതുകൊണ്ടാണ് ആളുകൾ യു എയിലോട്ട് കൺവേർട്ട് ചെയ്ത് കൊടുക്കുന്നത് അഥവാ മൈഗ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, കാരണം എന്താണ്, യു എയിൽ കട്ടിങ്സ് ഇല്ല, നിങ്ങളുടെ മൊത്തം സാലറി നിങ്ങൾക്ക് കിട്ടും. പക്ഷേ ഇന്ത്യയിൽ അങ്ങനെയല്ല. ഇന്ത്യയിലാണെന്ന് നിങ്ങളെ പി എഫ് പോവും, ഇ എസ് ഐ പോവും, പ്രൊഫഷണൽ ടാക്സ് പോവും, ലേബർ വെൽഫെയർ ഫണ്ട് പോവും, ടി ഡി എസ് പോവും. ഇപ്പൊ തന്നെ സാലറിന്റെ പകുതി മുക്കാൽ കാര്യം പൈസ ഇവിടെ തന്നെ നാട്ടിൽ തന്നെ പോയി. അപ്പൊ ഇന്ത്യയിൽ ഒരു പേറോൾ പ്രോസസ് ചെയ്യാന്ന് പറഞ്ഞതൊക്കെ കട്ട് ചെയ്യണം, ഇതിനൊക്കെ മാർക്ക് ചെയ്യണം, ഇതിനൊക്കെ ഫോർമുല ഉണ്ട്, ഇതിനൊക്കെ കൊണ്ടുപോയിട്ട് ഗവൺമെന്റ് പോർട്ടലിൽ കയറിയിട്ട് ഫയൽ ചെയ്യണം സെപ്പറേറ്റ് ആയിട്ട്. അപ്പൊ ഇന്ത്യയിലാണ് കോംപ്ലിക്കേഷൻസ്, യു എന്റെ കുറച്ചും കൂടെ ഈസിയാണ്. അപ്പൊ അത് അവർക്കും അറിയാം യു എന്റെ ഈസിയാണ്. യു എയിൽ മെയിൻ ആയിട്ട് നോക്കുന്ന ഒരു ലേബർ ലോ അറിയോ എന്നുള്ളതാണ്. യു എ ലേബർ ലോ അറിയോ, അതുപോലെ യു എന്റെ സാധാരണ അധിക കമ്പനികൾ യു എയിൽ പേറോൾ പ്രോസസ് ചെയ്യുന്നത് നോർമൽ എക്സലിൽ തന്നെയാണ്. സോഫ്റ്റ്വെയർ ഒന്നും അങ്ങനെ യു എയിൽ യൂസ് ചെയ്യുന്നില്ല പല കമ്പനികളും. ഇപ്പൊ യൂസ് ചെയ്യുന്ന കമ്പനികൾ സ്വന്തമായിട്ടുള്ള സോഫ്റ്റ്വെയർസ് ആണ് അധികം യൂസ് ചെയ്യുന്നത്. അതൊക്കെ പോലെ ഈസിയാണ്. യു എയിൽ എന്താ വെച്ചാൽ ഒരു എംപ്ലോയി ഏൺ ചെയ്യുന്ന മൊത്തം എമൗണ്ട് എംപ്ലോയിക്ക് കിട്ടും. ഇനി പിന്നെ അതിൽ മാർക്ക് ചെയ്യണമെന്ന് വെച്ചാൽ എംപ്ലോയി ഓവർ ടൈം വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ റൂൾ ഡിഫറെന്റ് ആണ്. അതുപോലെ എംപ്ലോയി എന്താണ്, ഇപ്പോൾ ലോസ് ഓഫ് പേ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഡിഫറെന്റ് ആണ്. അങ്ങനത്തെ കേസുകൾ മാത്രമേ യു എയിൽ ഒരു ഡിഫറൻസ് വരുന്നുള്ളൂ. ഓക്കെ, അതുപോലെ സിക്ക് ലീവ് ഉണ്ട് യു എയിൽ, അതുപോലെ മെറ്റേണിറ്റി ലീവ്, ഇതിന്റെയൊക്കെ റൂൾസ് മാത്രമേ ഡിഫറെന്റ് വരുന്നുള്ളൂ. അത് മാത്രമാണ് നമുക്കൊന്ന് കുറച്ച് കോംപ്ലിക്കേഷൻസ് ഉണ്ടാവുക. പിന്നെ ഈ ഒരു കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ യു എയിൽ നിങ്ങൾ ഒരു എച്ച് ആർ ആയിട്ട് ജോയിൻ ചെയ്യാൻ നിങ്ങൾക്ക് ഈസി ആയിട്ട് നടക്കും. അതുപോലെ പേറോൾ പ്രൊഫഷണൽ ആയിട്ട് നിങ്ങൾ ജോയിൻ ചെയ്യാൻ ഈസിയാണ്. ഓക്കെ, മെയിൻലി യു എ കമ്പനികൾ കുറച്ച് ട്രെയിനിങ്ങും പ്രൊവൈഡ് ചെയ്ത് കൊടുക്കും ഇതിലൊക്കെ. ഓക്കെ, അപ്പോൾ ഈ ഒരു കോഴ്സിൽ ഓൾറെഡി നിങ്ങൾ ട്രെയിൻ ചെയ്തതാണ്, പ്രാക്ടിക്കൽ നിങ്ങൾക്ക് ചെയ്യാൻ അറിയുമെന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ സപ്പോസ് നിങ്ങളെ ഒരു ഇന്റർവ്യൂവിൽ നിങ്ങൾക്ക് തന്നെ പറയാം ഞാൻ അത് ചെയ്ത് കാണിച്ചു തരണോ എന്ന് ചോദിക്കാം. നിങ്ങൾക്ക് യു എയുടെ കമ്പനിയുടെ ഡാറ്റ എടുത്തിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും. ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. അവരുടെ എങ്ങനെയാണ്, അവർക്ക് വേറെ ഒന്നും കോംപ്ലിക്കേഷൻസ് ഇല്ല. ഡയറക്റ്റ് ആയിട്ട് അവർക്ക് ഏൺ ചെയ്യുന്ന എത്രയാണെന്ന് കിട്ടി കഴിഞ്ഞാൽ അവരുടെ അറ്റൻഡൻസ് നോക്കുക, അവരുടെ എമൗണ്ട് കൃത്യമായിട്ട് അനലൈസ് ചെയ്ത് നോക്കുക, അത്രയും കാര്യങ്ങളെ വരുന്നുള്ളൂ. ഓക്കെ, അപ്പൊ അതിൽ അത്ര വലിയ കോംപ്ലിക്കേഷൻസ് ഇല്ല. ഇത് സാർ ഇപ്പൊ നമ്മൾ ഇന്ത്യയിലാവുമ്പോ നമുക്ക് സാലറിയുടെ കാര്യം, അപ്പൊ നമുക്ക് എക്സ്പീരിയൻസ് നമുക്ക് ഇത് ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ജോലി കിട്ടാൻ ഈസി ആയിരിക്കുമോ? ഈസി കാരണം ആയിരിക്കും, അവര് ഈസി ആയിരിക്കും. കാരണം എന്താ വെച്ചാൽ നിങ്ങൾ പ്രാക്ടിക്കലി പേറോൾ ചെയ്യാൻ അറിയാന്ന് പറയുമ്പോൾ തന്നെ ഇയാൾ കുറച്ചും കൂടെ ഒരു ബെനിഫിറ്റ് ഉണ്ടാവും. ഇയാൾ ആലോചിച്ച് നോക്കുക, ഇത് അറിയാത്ത ആളുകളായിരിക്കും നിർബന്ധമായി എന്തായാലും ഇയാളുടെ ഇന്റർവ്യൂവിന് വരുന്നുണ്ടാവുക. പ്രാക്ടിക്കലി ഇന്ന് നിങ്ങളെപ്പോലെ തന്നെ ഒരുപാട് ആളുകൾക്ക് ഇത് അറിയാത്ത കേസുകളുണ്ട്, ഈ പേറോൾ അറിയാത്ത കേസുകളുണ്ട്. അപ്പോൾ ഇയാൾക്ക് ഇത് പ്രാക്ടിക്കലി ചെയ്യാൻ അറിയും, ഇത് ട്രെയിൻ ചെയ്തിരിക്കണം, ഇതിന്റെ സർട്ടിഫിക്കേഷൻസ് ഉണ്ട് എന്ന് പറയുമ്പോൾ കമ്പനി കുറച്ചും കൂടെ ഇയാളെ പ്രിഫർ ചെയ്യും. പിന്നെ അധികം കമ്പനികൾ ഇത് പുറത്തോട്ടാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. തേർഡ് പാർട്ടിക്ക് കൊടുക്കുകയാണ് പൈസ കൊടുത്തിട്ട്, കാരണം എച്ച് ആർമാർക്ക് ചെയ്യാൻ അറിയില്ല. അത് കാരണം തേർഡ് പാർട്ടി ആയിട്ടുള്ള ഞങ്ങളെ പോലത്തെ ക്ലയൻസിനെ ഏൽപ്പിക്കും. ഓക്കെ, ഞങ്ങൾക്ക് ഇതിനെന്താ ഞങ്ങൾ ഹ്യൂജ് ആയിട്ടുള്ള എമൗണ്ട് ചാർജ് ചെയ്യും. അപ്പോൾ ഇത് ചെയ്യാൻ അറിയുന്ന ഒരാൾ വരുമ്പോൾ കമ്പനി അഫ്കോഴ്സ് എടുക്കും. കാരണം എന്താ വെച്ചാൽ കമ്പനിക്ക് അത് ലാഭമാണ്. ആ തേർഡ് പാർട്ടിക്ക് കൊണ്ട എമൗണ്ട് ഇയാൾക്ക് സാലറിയിൽ കയറ്റി കൊടുത്താൽ പോരെ. അതുകൊണ്ട് കമ്പനിക്ക് അത് പ്രോഫിറ്റ് ആണ്. പിന്നെ ഈ ഡാറ്റ പുറത്തോട്ട് പോകുന്നില്ല. ഇപ്പൊ ആ വലിയ വലിയ ടെക്സ്റ്റൈൽസിന്റെ ഒക്കെ ഡാറ്റ കംപ്ലീറ്റ് എന്റെ കയ്യിലാണുള്ളത്. ഞാനൊന്നും ഇവിടെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ആകെ കുടുങ്ങും. കൃത്യമായിട്ട് അവർ സാലറി പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു മാസം ഇപ്പോൾ ഇന്നും നാളെ ആയിട്ട് എനിക്ക് നല്ല ഷെഡ്യൂളാണ്. 5-ാം തീയതി സാലറി കയറണം എംപ്ലോയ്സിന്. അപ്പൊ അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്യണം, അവരുടെ ഡാറ്റ കൃത്യമായിട്ട് അവരുടെ എത്രയോ എംപ്ലോയ്സ് ഉണ്ട്, ഇവരുടെ ഒക്കെ ഓവർ ടൈമും കാൽക്കുലേറ്റ് ചെയ്യണം. അതുപോലെ ഇവരുടെ ഒക്കെ അറ്റൻഡൻസ് നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കണം. ഓക്കെ, അപ്പൊ അതിനൊക്കെ ഒരു ഹ്യൂജ് ആയിട്ടുള്ള വർക്ക് വരും. അപ്പോൾ ഇന്ത്യയിലാണ് കുറച്ചുകൂടെ കോംപ്ലിക്കേഷൻസ് ഉള്ളത്, യു എയിൽ അത് ഇല്ല. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇത് ഇയാൾക്ക് പ്രാക്ടിക്കലി ചെയ്യാൻ അറിയുമെന്ന് പറയുമ്പോൾ കമ്പനികൾ ഇയാൾ എന്തായാലും ഹയർ ചെയ്യും. കാരണം ഈ തേർഡ് പാർട്ടി കൊടുക്കുന്ന എമൗണ്ട് എങ്കിലും കമ്പനിക്ക് ലാഭമായിട്ട് കിട്ടും. ഓക്കെ. സാർ ഓക്കെ. ഹായ്, എൻ്റെ പേര് കൃഷ്ണന. ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് ഓക്കെ. കണക്ട് ചെയ്തത്. ഓക്കെ. സോ ബൈ എനി ചാൻസ് ഐ ജസ്റ്റ് നീഡ് ടു നോ, നമ്മുടെ സർട്ടിഫിക്കേഷൻ ഏതെങ്കിലും യൂണിവേഴ്സിറ്റി ആയിട്ട് അപ്ലിക്കേറ്റ് ചെയ്തിട്ടുണ്ടോ? ഇല്ല ഇല്ല, നമ്മളിപ്പോ I know you mentioned iOS certified ആണെന്ന്, but ഓക്കെ. by any chance ഏതെങ്കിലും യൂണിവേഴ്സിറ്റി ആയിട്ട് അപ്ലിക്കേറ്റ് ചെയ്തു? ഇല്ല ഇല്ല, യൂണിവേഴ്സിറ്റി ആയിട്ട് നമ്മൾ ഇത്ര ചെറിയൊരു പീരീഡിന്റെ കോഴ്സ് നമ്മൾ അപ്ലിക്കേഷൻ ചെയ്തിട്ടില്ല. പിന്നെ നമ്മുടെ കമ്പനി ISO ആൻഡ് IF സർട്ടിഫിക്കേഷനുള്ള കമ്പനിയാണ്, അതിന്റെ പേരിലാണ് നമ്മൾ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നത്. ഓക്കെ,
നമ്മുടെ കമ്പനിയുടെ പേരിലാണ് നമ്മൾ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുക. ഫിറ്റ് മൈ ജോബ് എന്ന് പറയുന്ന കമ്പനിയുടെ പേരിലായിരിക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഈ ഒരു സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്ത് തരുന്നുണ്ടാവുക. ഓക്കെ, അതുപോലെ നമ്മുടെ പുതിയ ഒരു സംരംഭമായിട്ടുള്ള ഫിറ്റ് മൈ സ്കില്ലും കമ്പൈൻ ചെയ്തിട്ടാണ് ഈ ഒരു കോഴ്സ് ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫിറ്റ് മൈ സ്കിൽ, ഓക്കെ, ഇന്ത്യയിൽ അടുത്ത് ഞങ്ങൾ ഒരു ബൂം ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന ഒരു പ്ലാറ്റ്ഫോം ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഫിറ്റ് മൈ സ്കിൽ എന്ന് പറയുന്ന. ഓക്കെ, ഇന്ത്യയിലെ ആളുകൾക്ക് അപ് സ്കിൽ ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോം ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അതിന്റെ ഭാഗമായിട്ടുള്ള സർട്ടിഫിക്കേഷൻ കൂടിയാണ് നിങ്ങൾക്ക് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഫിറ്റ് മൈ സ്കിൽ എന്ന് പറയും. ഓക്കെ, ഫിറ്റ് മൈ സ്കിൽ, ഇന്ത്യയിലെ ഫിറ്റ് സ്കില്ല് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ സർട്ടിഫിക്കറ്റിന്റെ ഒരു പ്രധാനമായിട്ടുള്ള ഈ സർട്ടിഫിക്കറ്റ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ബാഡ്ജോട് കൂടിയുള്ള സർട്ടിഫിക്കറ്റ് ആണ് ഇയാൾക്ക് ക്രിയേറ്റ് ചെയ്ത് തരാൻ പോകുന്നത്. Okay, thank you so much. And ഒരു ഫൈനൽ എൻക്വയറി ആയിട്ട്, ബൈ എനി ചാൻസ് ക്യാൻ വി ഗെറ്റ് എ ട്രാക്ക് ഓഫ് നിങ്ങൾ ആർക്കെങ്കിലും ലൈക്ക് യു ഡൺ പ്ലേസ്മെന്റ്സ് വിച്ച് യു മെൻഷൻ റൈറ്റ്? സോ നമുക്ക് പ്ലേസ്മെന്റ് എന്ന് ഇതിന് പറഞ്ഞാൽ മുമ്പത്തെ പാസ്റ്റ് ആ സോറി പ്ലേസ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ പ്ലേസ്മെന്റ്സ് നടന്ന എന്തെങ്കിലും ട്രാക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, ലൈക്ക് ജസ്റ്റ് ഫോർ ട്രസ്റ്റ് വരാനായിട്ടുള്ള ട്രസ്റ്റ് വരാനായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഓൾറെഡി ഞങ്ങളെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത കുറേ ആളുകൾ നമ്മളെ ഇൻസ്റ്റാഗ്രാം പേജിൽ തന്നെ ഇയാൾക്ക് കാണാൻ പറ്റും. അയാളെ ഓരോരോ ചില ആളുകളുടെ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഞങ്ങൾ അതിൽ ടാഗ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇയാൾക്ക് ഡയറക്റ്റ് ആയിട്ട് അവർ നമ്പർ ഷെയർ ചെയ്യാൻ എനിക്ക് യാതൊരുവിധ ഇതുമില്ല. No worries. നമുക്ക് കണ്ടന്റ് ഒന്ന്, ഐ മീൻ ജസ്റ്റ് ടു അഷ്യൂർ തിങ്സ് ആർ ഹാപ്പനിങ് ഇൻ ദ ഓക്കെ, സെയിം നിങ്ങൾ പേജ്. ജസ്റ്റ് നമ്മളെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ ഒന്ന് ഹാൻഡിൽ ചെയ്ത് നോക്കൂ. നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഇതിൽ ഇപ്പോൾ ആളുകളൊക്കെ അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പം തന്നെ അതിൽ കമന്റ് ചെയ്ത് പോകുന്ന ആളുകളുണ്ട്. റൈറ്റ്. ഇയാൾക്ക് ഇത് ജസ്റ്റ് ചെക്ക് ചെയ്യാം. So I'll പിന്നെ check നമ്മുടെ Instagram page. ഗ്രൂപ്പ് Okay, ഉണ്ട്. എനിക്കൊരു നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിന്നാണ് എനിക്ക് ഈ ഓക്കെ പരിപാടി കിട്ടിയത്. That's why I'll just check Instagram. ഓക്കെ വേറെ Thank you. ആളുകളാരെങ്കിലും വേറെ ഡൗട്ടുകൾ എന്തെങ്കിലും ഉണ്ടോ ഈ കോഴ്സുമായിട്ട്? എന്തൊക്കെ ഡൗട്ടുകളാണ് വേറെ ഉള്ളത്? യു എയിൽ ആരെങ്കിലും ജോലിയോ? ഓക്കെ, ഹലോ പറയൂ. ഹലോ സാർ, ഞാൻ ഫാത്തിമ ഷംന. ഞാൻ കാലിക്കറ്റ് എച്ച് ആർ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഇപ്പോ. അപ്പൊ ഓക്കെ, നമുക്കിപ്പോ മെയിൻ ആയിട്ട് വരുന്നത് HR ഓപ്പറേഷൻസും വരുന്നുണ്ട്, റിക്രൂട്ട്മെന്റും അങ്ങനെയൊക്കെ വരുന്നുണ്ട്. പേറോള് നമുക്കിപ്പോ വരുന്നില്ല. അപ്പൊ അപ്പൊ ഇയാൾ ഞാനിവിടെ കമ്പനീന്റെ പേറോൾ എന്താ ചെയ്യുന്നത്? ഇപ്പൊ പുറത്തോട്ടാണോ കൊടുക്കുന്നത്? അല്ല, അത് നമ്മളെ ഹെഡ് ഓഫീസിൽ നിന്നാണ്. അപ്പൊ ഹെഡ് ഓഫീസ് വരുന്ന ഓക്കെ നമുക്ക് ഖത്തറില. അപ്പൊ അവിടെ നിന്നാണ് അവർ ചെയ്യുന്നത്. ഓക്കെ ഓക്കെ എല്ലാ എംപ്ലോയീസിന്റെയും അവര് അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പൊ ഓക്കെ നമുക്ക് ആ ഒരു ഇത് നമുക്ക് ചെയ്യാനില്ല. ഓക്കെ അപ്പം അത് പഠിച്ചപ്പോ ഇവിടെ കുറച്ച് എക്സ്പീരിയൻസ് ആയിട്ട് പിന്നെ നമ്മൾ പുറത്തേക്ക് പോകുമ്പോഴേ അതായിരിക്കും ബെറ്റർ ഓപ്ഷൻസ്. ഓക്കെ ആ ആ അപ്പൊ പേറോള് നോക്കുമ്പോ ഇപ്പൊ നമുക്കിപ്പോ ഇതിലിപ്പോ എന്തൊക്കെയായിരിക്കും നമുക്ക് ബേസിക്സ് ആയിട്ടുള്ള എല്ലാ മുതലും നമ്മൾ ഇതിലൊരു ഐഡിയ ഇല്ലല്ലോ. അപ്പൊ നമുക്ക് ബേസിക് ആയിട്ടുള്ള ഫസ്റ്റ് കാര്യങ്ങൾ മുതൽ എല്ലാതും ഉണ്ടാവുമോ? അതെ, ഇത് നമ്മൾ ബേസ് നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് പറഞ്ഞല്ലോ. നമ്മൾ ആ എന്താണ് പേറോൾ എന്ന് അറിയാത്ത ഒരാൾക്ക് തൊട്ടാണ് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കാൻ തുടങ്ങുന്നത്. എന്നിട്ട് അഡ്വാൻസ് ലെവലിലോട്ട് ഇവർ എത്തിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. അപ്പൊ ഫസ്റ്റ് സ്റ്റാർട്ട് ഓക്കെ. ചെയ്യുന്നത് എന്താണ് പേറോൾ എന്നുള്ളത്, ഗ്രോസ് പേ എന്താണ്, നെറ്റ് പേ എന്താണ്, CTC എന്ന് പറഞ്ഞാൽ എന്താണ്, ഇങ്ങനെ ബേസ് മുതലാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം അത് സ്റ്റുഡൻസ് വരുന്നുണ്ട്, പ്രൊഫഷണൽസ് വരുന്നുണ്ട്, അവർ ഒരുപാട് ആളുകൾ വരുന്നത്. അപ്പൊ ഇവർക്കൊക്കെ മനസ്സിലാവാൻ വേണ്ടിയാണ് ബേസ് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ ബേസിൽ നിന്നാണ് നമ്മൾ ഇത് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് കൃത്യമായിട്ട് അഡ്വാൻസ് ലെവലിലോട്ട് എത്തി പോകുന്ന ഒരു 30 ദിവസത്തെ ട്രെയിനിങ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ. ഓക്കെ, ഇനിയിപ്പോ ഇതിൽ ഇയാൾക്ക് ഡൗട്ടുകൾ വരികയാണെന്നുണ്ടെങ്കിൽ 1-on-1 സെക്ഷൻ ഉണ്ട്. സാറ്റർഡേ ഇയാൾക്ക് വേണ്ടിയിട്ട് ഇയാൾക്ക് ഇല്ല ഡൗട്ടുകളൊക്കെ ക്ലിയർ ചെയ്യാം. ഇപ്പൊ ക്ലാസ്സിൽ ചോദിക്കാൻ മടിയാണെന്നുണ്ടെങ്കിലും ഈ ഒരു 1-on-1 സെക്ഷനിൽ ഇരുന്ന് ചോദിക്കാം. ഓക്കെ, പിന്നെ ഒരു കോഴ്സിൽ ഒരു ബാച്ചിൽ നമ്മൾ മാക്സിമം എടുക്കുക 10 ആളുകളെയാണ്. കാരണം അത്ര ആളുകൾക്ക് നമുക്ക് ട്രെയിൻ ചെയ്യാൻ കഴിയുള്ളൂ. അതെ. ഓക്കെ, ഓൺലൈൻ ആകുമ്പോൾ നിങ്ങൾക്കറിയാം ഒരുപാട് ആളുകൾ ഉണ്ടെങ്കിൽ ഒന്നും നടക്കില്ല. അപ്പൊ 10 ആൾക്കാരെ എടുത്തിട്ടാണ് ട്രെയിനിങ് ചെയ്യുള്ളൂ. ഓക്കെ, ഓക്കെ. അപ്പൊ ടൈമിംഗ് വരുന്നത് ഇപ്പൊ 7 to 8:30 ആണല്ലോ അതെ, വരുന്നത്. 7 അപ്പൊ to 8:30. അപ്പൊ നമുക്കിപ്പോ ഓരോ ദിവസത്തെ റെക്കോർഡഡ് കിട്ടുന്നുണ്ടാവോ? അപ്പൊ നമുക്ക് എല്ലാ ദിവസവും ആ ക്ലാസ് കഴിഞ്ഞ് 1 മണിക്കൂറിന് ശേഷം ഇയാൾക്ക് റെക്കോർഡ് സെക്ഷൻ എത്തും. ഓക്കെ. ഓക്കെ, ഓരോ ക്ലാസ് കഴിഞ്ഞ് അത് 1 മണിക്കൂറിന് ശേഷം ഇയാൾക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് അതിന്റെ റെക്കോർഡ് സെക്ഷൻ എത്തും. ഓക്കെ, അതിന്റെ നോട്ട്സ് ക്ലാസ് കഴിഞ്ഞ് 10 മിനിറ്റിനുള്ളിൽ ഇയാൾക്ക് അതിന്റെ നോട്ട്സ് എത്തും. ഓക്കെ. ഓക്കെ, അങ്ങനെയാണ് അതിന്റെ സെക്ഷൻ വെച്ചിട്ടുള്ളത്. വരുന്നത്. ഓക്കെ. പിന്നെ ഇപ്പൊ ഇതിൽ ഡൗട്ട് ഉണ്ടായിരുന്നു, അതായത് ഫീസിന്റെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ആദ്യം നമ്മളൊരു ചെറിയ എമൗണ്ട്, ചെറുതല്ല, എത്രയായിരിക്കും ഇപ്പൊ നമ്മൾ ആദ്യം പേയ്മെന്റ് ചെയ്യുകയാണെങ്കിൽ വേണ്ടി വരിക? ഫസ്റ്റ് നിങ്ങൾ 1000 അടച്ചിട്ട് പിന്നീട് നിങ്ങൾ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ബാക്കി അടച്ചാൽ മതി. ഓക്കെ, എന്നിട്ട് നിങ്ങൾക്ക് ആ 1000 നിങ്ങൾ പോയെന്ന് വിചാരിക്കണ്ട. നിങ്ങൾക്ക് ഈ കോഴ്സ് ആപ്റ്റ് എല്ലാം തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റത്തെ 2 ക്ലാസ്സോട് കൂടി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, റീഫണ്ട് ഓപ്ഷൻ ഉണ്ട്, നിങ്ങൾക്ക് അത് റീഫണ്ട് ചെയ്ത് പോകാൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങളിതൊന്ന് ആപ്റ്റ് ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് ഇത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ പ്രോസസ് ചെയ്താൽ മതി. കാരണം നമുക്കിത് 100% നമ്മൾ കസ്റ്റമർ സാറ്റിസ്ഫൈ ചെയ്തിട്ട് നമ്മൾ കോഴ്സ് പോവുള്ളൂ. ഓക്കെ, നമുക്കറിയാവുന്ന ഒരുപാട് അക്കാദമീസ് ഉണ്ട്, ഒരുപാട് കോമ്പറ്റീഷൻസ് ഉണ്ട്. ഒരു നെഗറ്റീവ് വന്നാൽ നമ്മുടെ മാർക്കറ്റ് അത്രയും ഇതാവും. ഓക്കെ, കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഈ പേറോൾ കോഴ്സും ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മളാണ്. അപ്പൊ നമുക്കിത് പേറോൾ കോഴ്സിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അറിയാം എത്രയാണത് ബാധിക്കാൻ പോകുന്നത്.
ഓക്കെ, അപ്പൊ അത് ഓക്കെ. അപ്പൊ കൃത്യമായിട്ട് ഇതിലിപ്പോ നമ്മള് എക്സൽ വെച്ചിട്ടാണ് അപ്പൊ നമ്മൾ എല്ലാതും ചെയ്യുന്നുണ്ടാവുക, അതായത് മാനുവലി ചെയ്യുന്ന സംഭവമാണോ അതോ സോഫ്റ്റ്വെയർ വെച്ചിട്ടാണ് നമ്മൾ പഠിക്കുന്നുണ്ടാവുക? അത് ചില കമ്പനികൾ ഇപ്പോൾ ഒരുപാട് എംപ്ലോയീസ് ഉണ്ടെങ്കിലാണ് സോഫ്റ്റ്വെയർ കമ്പനികൾ ഇംപ്ലിമെന്റ് ചെയ്യുള്ളൂ. ഓക്കെ ഓക്കെ. കുറച്ച് എംപ്ലോയീസ് ആണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് എക്സലിൽ തന്നെ ആയിരിക്കും ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, ഈ ആ ആ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ സോഫ്റ്റ്വെയറിന് മാസം മാസം കമ്പനി പേയ്മെന്റ് നടത്തണം. ഉം 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 അപ്പൊ ഒരുപാട് എംപ്ലോയീസ് ആകുമ്പോഴാണ് ഹാൻഡിൽ ചെയ്യാൻ കഴിയാതിരിക്കുക, നമുക്ക് എക്സലിൽ ഉം ചെയ്യുമ്പോൾ ഇറർ വരിക. അപ്പൊ അത് കാരണമാണ് നമ്മൾ ഉം എന്ത് ചെയ്യുന്നത്, ഒരുപാട് എംപ്ലോയീസ് ഉം ഉണ്ടാകുമ്പോൾ മാത്രമേ സോഫ്റ്റ്വെയറിലോട്ട് ചേഞ്ച് ചെയ്യുള്ളൂ. അപ്പൊ ചേഞ്ച്. നോർമൽ ആയിട്ടുള്ള കമ്പനികളൊക്കെ എക്സലിൽ തന്നെയാണ് ഫോളോ ചെയ്യുക. അപ്പൊ എക്സലിൽ ഉം. എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് തൊട്ട് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ. അതാണ് വേണ്ടിയിരുന്നത്. കാരണം നമ്മൾ പോകുന്ന കമ്പനിയിൽ ചിലപ്പോ എങ്ങനെ നമുക്ക് പറയാൻ പറ്റൂലല്ലോ. പറയാൻ പറ്റില്ല, അതാണ് അപ്പൊ പറഞ്ഞത്. എക്സൽ പഠിക്കേണ്ടതാണ് ഒന്നും കൂടെ ഇമ്പോർട്ടന്റ്. ഓക്കെ, അപ്പൊ എക്സലിൽ നമ്മൾ ആ. 3 ഉം ടെക്നിക്സ് പഠിപ്പിക്കുന്നുണ്ട്, ഇതിന്റെ ഉം ഉം ഫോർമുലാസ് പഠിപ്പിക്കുന്നുണ്ട്, കാൽക്കുലേഷൻ സ്റ്റെപ്സ് പഠിപ്പിക്കുന്നുണ്ട്, സാലറി ഉം രജിസ്റ്റർ എങ്ങനെ ഉണ്ടാക്കേണ്ടത് പഠിപ്പിക്കുന്നുണ്ട്, സാലറി ഉം സ്ലിപ്പ് എങ്ങനെ ജനറേറ്റ് ചെയ്യുന്നത് പഠിപ്പിക്കുന്നുണ്ട്. ഇതൊക്കെ ഉം എക്സലിൽ നമ്മൾ പഠിപ്പിക്കും. ഉം. ഓക്കെ, ഓക്കെ. അതിനുശേഷമാണ് നമ്മൾ സോഫ്റ്റ്വെയർ ഇംപ്ലിമെന്റ് ചെയ്യാൻ പഠിപ്പിക്കുക. സോഫ്റ്റ്വെയർ എങ്ങനെയാണ് കമ്പനിയിൽ ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത്, ഉം ഉം അതിലെങ്ങനെയാണ് ഡാറ്റ പ്രൊവൈഡ് ചെയ്യുന്നത്, എംപ്ലോയീസ് എങ്ങനെ ആഡ് ചെയ്യും, റീഇംബേഴ്സ്മെന്റ് ഉം. എങ്ങനെ ക്ലെയിം ചെയ്യണം, അപ്രൂവൽ എങ്ങനെ മേടിക്കണം, അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഉൾപ്പെടുത്തിയിട്ടാണ് പോകുന്നത് സോഫ്റ്റ്വെയറിലും. ഓക്കെ ഓക്കെ ഓക്കെ. ഓക്കെ ഓക്കെ, ഓക്കെ. താങ്ക് യു. ഓക്കെ, മനസ്സിലായി. ബാക്കിയുള്ള ആളുകൾക്ക് എന്തൊക്കെയാണ് ഡൗട്ട് ഉള്ളത് ചോദിച്ചോളൂ. നിങ്ങൾ എത്ര പേര്, ഇപ്പൊ ഞാൻ അത്രയും പറഞ്ഞത് കേട്ടിട്ട് നിങ്ങൾക്ക് എത്ര പേർക്ക് ഇതിൽ ഇൻട്രസ്റ്റ് ഉണ്ട് ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യാൻ? ജസ്റ്റ് ഇൻട്രസ്റ്റ് എത്ര ആളുകൾക്ക് ഉണ്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ ചാറ്റിൽ ഒന്ന് ഇൻട്രസ്റ്റ് ഉള്ള ആളുകളൊന്ന് ജസ്റ്റ് നോക്കി അടിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ഒരു ഐഡിയ കിട്ടും എത്ര ആളുകൾക്ക് ഞാൻ പറഞ്ഞത് എത്രമാത്രം ആപ്റ്റ് ആയിട്ട് മനസ്സിലായിട്ടുണ്ട് എന്നുള്ളത്. ഓക്കെ, ഫാത്തിമ ഇൻട്രസ്റ്റഡ് ആണെന്ന് പറഞ്ഞു. ഓക്കെ, അങ്ങനെ എത്ര ആൾക്ക് ഇത് ഇൻട്രസ്റ്റ് ഉണ്ട് എന്നുള്ളത്. ഓക്കെ, അമൃത, മുഫീദ, ഓക്കെ, പിന്നെ അബ്ദുൽ മുത്തലിബ്, ഓക്കെ, പിന്നെ അപ്പോൾ മിൽന, ഓക്കെ, മോർ, ഓക്കെ. ധാരാളം ഈ മോർ എന്നുള്ള ഏരിയ എനിക്ക് മനസ്സിലായില്ല. ഓക്കെ, ഓക്കെയാണ്. ഓക്കെ, അപ്പോൾ എത്ര ആളുകൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്? ഓക്കെ, നമ്മൾ എന്താ വെച്ചാൽ ഇപ്പോൾ നമ്മുടെ പുതിയ ബാച്ച് നമ്മൾ അടുത്ത മൺഡേ ആണ് സ്റ്റാർട്ട് ചെയ്യാൻ നിൽക്കുന്നത്. ഓക്കെ, നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യേണ്ടതായിരുന്നു, പക്ഷെ നിലവിലെ ബാച്ചിൻ്റെത് കുറച്ചും കൂടി നമുക്ക് പെൻഡിങ് ഉണ്ട്. ഓക്കെ, കുറച്ചും പാട് അവരുടെ ഡാറ്റ വെരിഫൈ ചെയ്യാനും അവർക്ക് ട്രെയിനിങ് കുറച്ചും പാട് ആൾക്കാർക്ക് പൂർത്തിയാക്കാനുണ്ട്. കുറച്ച് ആൾക്കാരൊക്കെ നമ്മുടെ കോഴ്സിൻ്റെ ഇടയിൽ നിന്ന് കുറച്ച് ആൾക്കാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് ലീവ് എടുത്ത ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അവരൊക്കെ എന്ത് ചെയ്യണം, എക്സാം കണ്ടക്ട് ചെയ്യാൻ പോലും ഒരു റിവ്യൂ നടത്തുന്നുണ്ട്. നമ്മളൊരു റിവ്യൂ നടത്തും അവസാനം ഈ കോഴ്സ് എന്തായെന്നുള്ളതിന് റിവ്യൂ നടത്താണ്ട് കുറച്ച് ആൾക്കാരുണ്ട്. അപ്പോൾ അത് കാരണം നമ്മൾ അടുത്ത വീക്കിലോട്ട് ചേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ ഇത്രയും ആളുകൾ ഇതിൽ ഇൻട്രസ്റ്റ് പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഓക്കെ, ഇത്രയും ആളുകൾക്ക് ജോയിൻ ചെയ്യാൻ കഴിയുമോ എന്നുള്ളത് ഞാൻ ഉറപ്പ് പറയുന്നില്ല. പക്ഷെ എന്നാലും ഞാൻ എന്ത് ചെയ്യാം, മാക്സിമം ഈ ഒരു കോഴ്സിലോട്ട് ഇപ്പോൾ ഓൾറെഡി ഞാൻ കുറച്ച് ആളുകൾ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ മാക്സിമം ആളുകളെ ഈ ഒരു കോഴ്സ് ഈ ഒരു ബാച്ചിലോട്ട് തന്നെ ജോയിൻ ചെയ്യിപ്പിക്കാൻ നോക്കാം. അല്ലാത്തവർക്ക് നമുക്ക് അടുത്ത ബാച്ചിലോട്ട് ചിലപ്പോൾ നമുക്ക് ആക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ആളുകൾ എന്ത് ചെയ്യുക, നാളെ ഞാനൊന്ന് കണക്ട് ചെയ്യാം. ഓക്കെ, നാളെ ഞാനൊന്ന് കണക്ട് ചെയ്യാം. എന്നിട്ട് നമ്മൾ സീറ്റ് ആരാണോ ഫസ്റ്റ് ബുക്ക് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, അത് ക്ലോസ് ചെയ്യും. നമ്മൾ 10 ആൾക്കാരെ എടുക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ഓൾറെഡി ഞങ്ങൾക്ക് ഇതിന് മുമ്പത്തെ 2 സെക്ഷൻ നമ്മൾ വെച്ചിരുന്നു. ഓക്കെ, അപ്പോൾ അതിൽ ഒരു ബാച്ച് ഫുള്ളായി. ഇപ്പോൾ അടുത്ത ബാച്ചൊക്കെ ഇല്ലാണ് ഇപ്പോൾ നോക്കുന്നത്. അപ്പോൾ ഈ ഒരു ബാച്ച് നമുക്ക് അത്ര സീറ്റ് ഉണ്ടാവും എന്ന് അറിയില്ല. എന്നാലും ഞാൻ നോക്കിയിട്ട് ഞാൻ എന്ത് ചെയ്യാം, അക്കാദമിക് കൗൺസിലായിട്ട് കണക്ട് ചെയ്തിട്ട് ഞാൻ ബാക്കി പറഞ്ഞു തരാം. ഓക്കെ, അല്ലാത്തവർക്ക് നമുക്ക് ഓഗസ്റ്റിലോട്ട് മാറ്റേണ്ടി വരും കേട്ടോ, കുറച്ച് ആളുകൾക്ക്. അതാണ് ഇതിലുള്ളത്. നമുക്ക് അത്ര ആളുകളെ എടുക്കാൻ ഇതിൽ ഓപ്ഷൻ ഉള്ളൂ. ഓക്കെ, അപ്പോ നമുക്ക് എന്ത് ചെയ്യാം. സർ, ഒരു ഡൗട്ടും കൂടെ ഉണ്ടായിരുന്നു. ആ, അതായത് ഇപ്പൊ നമ്മളിപ്പോ അതായത് ഇപ്പൊ നമ്മൾ വർക്ക് ചെയ്യുന്നതിൽ ഇപ്പൊ പേറോൾ ആവശ്യമില്ല. അപ്പോ നമ്മളിപ്പോ ആ ഒരു ടൈമിൽക്ക് ഈ കോഴ്സ് ചെയ്താൽ മതി. അതായത് നമ്മളിത് പഠിച്ച് പിന്നെയും കുറെ ഗ്യാപ്പ് വരുമ്പോ നമുക്ക് ഇതൊരു വീണ്ടും നമ്മൾ മറന്നു പോകുമോ, അത് നമുക്ക് ആവശ്യം ഇല്ലല്ല, വരുന്ന ടൈമിൽക്ക് ചെയ്താൽ മതി അങ്ങനെ? ഇല്ല, ഇത് മറന്നു പോകുന്ന കേസല്ല. ഇത് നമുക്ക് എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, ഇതിന്റെ ലൈഫ് ടൈം ആക്സസ് നിങ്ങൾക്ക് എപ്പോഴും ഉണ്ട്. ഓക്കെ ഓക്കെ. അപ്പൊ ഈ റെക്കോർഡ് സെക്ഷൻ എപ്പോഴും വാച്ച് ചെയ്യാം. പിന്നെ അതിലെന്തെങ്കിലും മാറ്റങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ അപ്പോഴും നമ്മൾ എന്തെങ്കിലും കൂടുതലായിട്ട് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ എന്താ വെച്ചാൽ നിങ്ങൾ അപ്പൊ പഠിക്കാന്ന് വെച്ചാൽ പെട്ടെന്ന് ഇത് പഠിച്ചെടുക്കാൻ കഴിയൂല. ഇത് പഠിച്ചു കഴിഞ്ഞിട്ട് ഇത് ഇങ്ങനെ ട്രെയിൻ ചെയ്ത് നോക്കണം നിങ്ങൾ. അതുപോലെ ഇതിൽ മാറ്റങ്ങൾ വരുന്നതും ഗവൺമെന്റ് ചേഞ്ച് ചെയ്യുന്നതും മാറ്റുന്നതും ഒക്കെ നിങ്ങൾ അതിന് കൂടുതൽ കുറച്ചുകൂടെ ശ്രദ്ധിക്കാൻ തുടങ്ങും. ഇത് പഠിച്ചു കഴിയുമ്പോഴാണ് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുക, അതിന് ശ്രദ്ധിക്കാൻ നിങ്ങൾ തുടങ്ങുക. നിലവിൽ വർക്ക് ചെയ്യുന്നവരാണ് സത്യം പറഞ്ഞാൽ കൃത്യമായിട്ട് മനസ്സിലാക്കണം. അപ്പൊ എന്ത് ചെയ്യും, ഒരു കുറച്ചുകൂടെ മനസ്സിലാവും ഇതൊക്കെയാണ് അപ്പൊ സാലറി കട്ട് ചെയ്ത് പോകുന്നത്, ഇതൊക്കെ എങ്ങോട്ടാണ് പോകുന്നത്, ഇങ്ങോട്ടാണ് പോകുന്നത്. അപ്പൊ നിലവിൽ നിങ്ങൾ കമ്പനി ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ കമ്പനി തന്നെ നോക്കാം എത്രയൊക്കെ എംപ്ലോയീസിന് ഇപ്പൊ സാലറി കട്ട് ചെയ്ത് പോകുന്നത് എങ്ങനെയാണ്, ഏത് ലോ അനുസരിച്ചാണ് ഇവർ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ നമുക്ക് മനസ്സിലാവാൻ പറ്റും. പിന്നെ ഈ കോഴ്സ് എന്ന് വെച്ചാല് നമ്മളിപ്പോ ഒരുപാട് ആളുകൾ ഉണ്ടായിട്ടാണ് ഇത്രയും ഫീസ് കുറച്ച് കൊടുക്കുന്നത്. ഓക്കെ, നിങ്ങൾ ഇതിന്റെ ഒപ്പം തന്നെ ആഡ് കണ്ട ബാക്കിയുള്ളവരോടൊക്കെ ഒന്ന് ചോദിച്ചു നോക്കുക അവരൊക്കെ എത്രയാണ് കൊടുക്കുന്നത് എന്നുള്ളത്. ഇപ്പൊ നമ്മുടെ ഗ്രൂപ്പിൽ നിങ്ങൾ ഉണ്ടാവും, ആ ഗ്രൂപ്പിൽ എത്ര ആളുകൾ ഉണ്ട് നിങ്ങൾ നോക്കിയിട്ടുണ്ടാവും. അപ്പൊ അത്രയും ആളുകൾ നമുക്ക് എന്തുണ്ട് ഇതിൽ ട്രാഫിക് ഉണ്ട്. ഇപ്പൊ ഇന്ന് ഞാൻ പറഞ്ഞത് ഇപ്പൊ ഇന്ന് 20 ആളുകൾ ഞാൻ ഇതിൽ ജോയിൻ ചെയ്താൽ മതി, ലിമിറ്റ് അടിച്ചിട്ടാണ് നമ്മളത് വെച്ചിട്ടുള്ളത്. കാരണം ഒരുപാട് ആൾക്കാരെ കഴിഞ്ഞാൽ എനിക്ക് പറയാനും കഴിയില്ല, നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഓക്കെ,
അപ്പൊ അങ്ങനെ ആക്കി വെച്ചിട്ടാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും ഫീസ് കുറച്ച് വെച്ചിട്ടുള്ളത്. ഈ ഫീസ് തന്നെ എന്നും പോകണമെന്നില്ല. ഓക്കെ, എന്തായാലും അഫ്കോഴ്സ് ഫീസ് കൂടും. കാരണം നമുക്ക് ഓവറായിട്ട് ആളുകൾ എൻക്വയറി വരുമ്പോൾ ഫീസ് നമ്മൾ എന്തായാലും കൂട്ടും. അങ്ങനെ ഡിമാൻഡ് കൂടുമ്പോഴാണല്ലോ നമ്മൾ കസ്റ്റമേഴ്സിന് ഡിമാൻഡ് കൂടുമ്പോഴാണ് നമ്മൾ പ്രൊഡക്റ്റിന്റെ എമൗണ്ടും കൂട്ടുക. അപ്പോൾ അതേ ഒരു ടെക്നിക്ക് തന്നെ ആയിരിക്കും എല്ലാവരും ചെയ്യുന്നത്. ഓക്കെ, എന്തായാലും നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഇൻട്രസ്റ്റിൽ ആളുകളെ ഞാൻ എന്തെങ്കിലും കണക്ട് ചെയ്യാം. ഓക്കെ, മുഴുവൻ ആളുകൾക്ക് സീറ്റ് കിട്ടുമെന്ന് ഉറപ്പില്ല. പക്ഷെ എന്നാലും ഞാൻ എന്ത് ചെയ്യാം, കുറച്ച് ആളുകൾ അടുത്ത മാസം വേണ്ടവർ എത്ര ആൾക്കാരുണ്ട് ഇതിൽ, അടുത്ത മാസം മതി എന്നുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ കുഴപ്പമില്ല, അങ്ങനെ അങ്ങനെ കണക്ട് ചെയ്യാം. ഓക്കെ, എന്തായാലും എല്ലാവർക്കും ഈ മാസം തന്നെയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, ഞാൻ എന്തായാലും എന്ത് ചെയ്യാം, നിങ്ങൾ എന്തായാലും എന്ത് ചെയ്യുന്ന വെച്ചാൽ നാളെ ഞാൻ കണക്ട് ചെയ്യാം. ഓക്കെ, ദിസ് മന്ത് തന്നെ വേണമല്ലേ? ഓക്കെ, ദിസ് മന്ത് തന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഓഗസ്റ്റിലേക്ക് മതി. ഓക്കെ, ഓഗസ്റ്റിലേക്ക് മതി എന്നുണ്ടെങ്കിൽ ഇയാൾ എന്താ വെച്ചാൽ ഓഗസ്റ്റിലേക്ക് നമ്മൾ ഫീസ് സ്ട്രക്ചർ അല്പം മാറുന്നുണ്ടാവും. അപ്പൊ എന്ത് ചെയ്യുക, ഇയാൾ ഓൾറെഡി ബുക്ക് ചെയ്ത് വെക്കാനുള്ള ഓപ്ഷനും ഉണ്ട്. അപ്പൊ ഇയാൾക്ക് ഈ ഒരു ഫീസ് സ്ട്രക്ചർ തന്നെ കിട്ടും. ഓക്കെ, അതുപോലെ നിങ്ങളൊക്കെ ഒന്ന് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാര്യം ചെയ്യാം, നിങ്ങളൊക്കെ ബാക്കിയുള്ള അക്കാദമികളിലൊക്കെ ഒന്ന് എൻക്വയറി നടത്തണം. ബാക്കിയുള്ള അക്കാദമികളിലൊക്കെ ഒന്ന് എൻക്വയറി നടത്തി നോക്കൂ. എത്രയാണ് അതിന്റെ ഫീസ് വരുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും. അതുപോലെ സോഫ്റ്റ്വെയർ പഠിപ്പിക്കുന്നുണ്ടോ, ഇന്ത്യ പ്ലസ് UAE ഉണ്ടോ, ഇതൊക്കെ നിങ്ങളൊന്ന് ചോദിച്ചു നോക്കി അതിന്റെ മാർക്കറ്റ് വാല്യൂ നിങ്ങൾക്ക് മനസ്സിലാവും. എത്ര ആളുകൾ പഠിക്കുന്നുണ്ട്, എത്രമാത്രം ബൂം ഉണ്ട് എന്നുള്ളത് മനസ്സിലാവും. അതുപോലെ ഇന്ത്യയുടെ ലിങ്ക്ഡിൻ നൗക്കറിയിലൊക്കെ പോയിട്ട് ഇതിൽ എത്രമാത്രം വാക്കൻസീസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അതുപോലെ HR വാക്കൻസി റിപ്പോർട്ട് ചെയ്യുന്നതിൽ ഈ ഒരു പേറോൾ ചോദിക്കുന്നുണ്ടോ, ഇതൊക്കെ നിങ്ങളൊന്ന് നോക്കി നോക്കുക. അപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിന്റെ ഒരു ആവശ്യകത എന്താണെന്നുള്ളത്. ഓക്കെ, അതനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യും, ആക്റ്റീവ് ആയിട്ട് നിൽക്കും. നാളെ ഞാൻ എന്ത് ചെയ്യാം, കണക്ട് ചെയ്യാം. ഇപ്പൊ ഇതിൽ ഇത്ര ആളുകളാണ് ഉള്ളത്, ഇതിൽ എത്ര പേരാണ് ഇൻട്രസ്റ്റഡ് പറഞ്ഞിട്ടുള്ളത് എനിക്കറിയാം. ഓക്കെ, എന്ന് വെച്ചാൽ ഈ ഇന്ത്യൻ പേറോൾ വേണ്ട, UAE പേറോൾ മതി എന്ന് പറയുമ്പോൾ എന്താ വെച്ചാൽ നമുക്ക് ഇതിന്റെ ഒരു സ്ട്രക്ചേർഡ് കോഴ്സ് ആണ്, 1 മന്ത് ട്രെയിനിങ്ങിന്റെ ഒരു കോഴ്സാണ്. അത് നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ വെച്ചാൽ നമ്മൾ എക്സലും ഇതൊക്കെ ഇയാൾക്ക് വീണ്ടും മിസ്സാവും. കുറെ ഇന്ത്യൻ പേറോളിലും കുറെ എക്സൽ ചെയ്യുന്നുണ്ട്. എക്സലിൽ ചില ട്രിക്സ് ഒക്കെ ഇന്ത്യൻ പേറോളിലാണ് കിടക്കുന്നത്, ചില ട്രിക്സ് ആണ് UAE കിടക്കുന്നുള്ളൂ. അപ്പോൾ മുഴുവനായിട്ട് ഇതിന്റെ സ്ട്രക്ചർ ഇയാൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ രണ്ടും പാടെ പർച്ചേസ് ചെയ്യുന്നത് നല്ലത്. ഓക്കെ, നമ്മൾ പിന്നെ ഇതൊരു ഞാൻ പറഞ്ഞല്ലോ ഒരു വർക്ക്ഷോപ്പ്, പ്രാക്ടിക്കൽ വർക്ക്ഷോപ്പ് ആണ്. പിന്നെ ഇതിന്റെ സ്ട്രക്ചർ ഞാൻ ഓൾറെഡി ബിൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ പകുതിക്കെന്ന് കയറി കഴിഞ്ഞാൽ ഇയാൾക്കൊന്നും മനസ്സിലാവില്ല. ഓക്കെ, ഇതിന്റെ പകുതിക്കെന്ന് കയറുമ്പോൾ ഇയാൾക്ക് ഇതിനൊന്നും കിട്ടാനുള്ള ഒരു ചാൻസ് ഇല്ല. ഓക്കെ, പിന്നെ ഇതിന് ഇപ്പൊ ഈ പൗതി മതി എന്നുള്ള ഇയാൾ നിർബന്ധം പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇയാൾക്ക് ആകെ 1000 rupees ആണ് എന്നൊരു മൈനസ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, 5999 അപ്പോഴും വരുന്നുണ്ട്. അപ്പൊ ഇയാൾക്ക് 1000 rupees ഇന്ത്യൻ പേറോൾ മിസ്സാവും. ഓക്കെ, അപ്പൊ അങ്ങനെ നോക്കുന്നതിനെക്കാട്ടും നല്ലത് ഇത് രണ്ടും പാടെ ഒന്നിച്ചെടുക്കുന്നതായിരിക്കും. ഓക്കെ, കാരണം ഇതിന്റെ സോഹോ പേറോൾ ആണെങ്കിലും അതുപോലെ എക്സൽ ആണെന്നുണ്ടെങ്കിലൊക്കെ ഇന്ത്യൻ വെർഷനിലും ഉണ്ട്, UAE വെർഷനിലും ഉണ്ട്. അപ്പൊ ഇന്ത്യൻ വെർഷനിൽ കുറച്ച് പറഞ്ഞിട്ട് ബാക്കി പിന്നെ UAE വെർഷനിലായിരിക്കും പറയുന്നുണ്ടാവുക. അപ്പൊ UAE വെർഷനിൽ എത്തുമ്പോൾ ഇയാൾക്ക് ഒന്നും മനസ്സിലാവില്ല ഞാൻ പറയുന്നത് എന്താണെന്നുള്ളത് തന്നെ. അപ്പൊ കൃത്യമായിട്ട് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ കൂടി പർച്ചേസ് ചെയ്യേണ്ടി വരും. കാരണം ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു സ്ട്രക്ചർ കണ്ടാൽ മനസ്സിലാവും. ഓരോ ഡേ ബൈ ഡേ സിലബസ് ആണ്, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കഴിഞ്ഞാൽ അത് മിസ്സാവും. ഞാൻ എന്തായാലും നാളെ എന്ത് ചെയ്യാം, ഇയാളെ കണക്ട് ചെയ്യാം. അപ്പൊ നമുക്ക് നാളെ കൂടുതലായിട്ട് ഇതിനെക്കുറിച്ച് സംസാരിക്കാം. ഓക്കെ, ഇയാൾക്ക് ഇതിലെ ഡൗട്ടുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യാം, ക്ലിയർ ചെയ്യും. ഓക്കെ, എല്ലാവർക്കും പിന്നെ ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്തു, നിങ്ങൾ ഈ കോഴ്സിൽ ജോയിൻ ചെയ്തോ ഇല്ലെന്നൊന്നും എനിക്ക് അറിയണ്ട. പക്ഷെ എന്നാലും നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ, പേറോൾ സംബന്ധിച്ചോ ലേബർ ലോ സംബന്ധിച്ചോ എന്തെങ്കിലും ആവശ്യങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ എന്നെ കണക്ട് ചെയ്യാം. ഞാൻ ആ ഗ്രൂപ്പിന്റെ അഡ്മിനിൽ ഒരാളാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ഗ്രൂപ്പിൽ നോക്കിയാൽ തന്നെ നമ്പർ ഉണ്ടാവും. നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് എന്തെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് കണക്ട് ചെയ്യാം. അപ്പൊ നിങ്ങൾ കമ്പനിയിൽ നിന്ന് എന്തെങ്കിലും ഫ്രീലാൻസ് ആയിട്ടുള്ള വർക്കുകൾ വരികയാണെന്നുണ്ടെങ്കിൽ, പേറോളുമായിട്ടുള്ള ഫ്രീലാൻസ് വർക്കുകൾ വരികയാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് അസൈൻ ചെയ്ത് തരാൻ കുഴപ്പമില്ല. ഓക്കെ, അങ്ങനെയൊക്കെ കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്നെ കണക്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു ഓൾ. ഓക്കെ, വേറെ ഡൗട്ടുകളൊന്നും ഇല്ലല്ലോ? വേറെ ഡൗട്ടുകളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നല്ല സ്റ്റോപ്പ് ചെയ്യായിരുന്നു. ഓക്കെ, താങ്ക് യു. ഇത്രയും സമയം എന്നെ സഹിച്ചു ഇവിടെ നിന്നതിന് ഒരുപാട് നന്ദി. ഓക്കെ, നാളെ നമുക്ക് എന്ത് ചെയ്യാം, കൃത്യമായിട്ട് ഞാൻ എന്ത് ചെയ്യാം, നിങ്ങളൊക്കെ ഒന്ന് കോൾ ചെയ്യാം. നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങൾക്ക് ഇനി ഫ്യൂച്ചറിലോട്ട് വേറെ എന്തെങ്കിലും പ്ലാൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വേറെ അതിലോട്ട് മൈഗ്രേറ്റ് ചെയ്ത് നല്ല രീതിയിലോട്ട് ഒരു ഇമ്പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു കോഴ്സിലോട്ട് ജോയിൻ ചെയ്യും. നമുക്ക് എല്ലാവർക്കും എന്ത് ചെയ്യാം, അടുത്ത വീക്കിൽ ക്ലാസ്സിൽ കാണാം. ഓക്കെ, ഓക്കെ അല്ലേ എല്ലാവരും? ഓക്കെ, താങ്ക് യു ഓൾ. താങ്ക് യു. സർ. ഓക്കെ, ചോദിച്ചോളൂ. ഹലോ. താങ്ക് യു സർ. ഓക്കെ, താങ്ക് യു. ഓക്കെ, എല്ലാവരും ലീവ് ചെയ്തോളൂ കേട്ടോ.